ഷുവർ സാർ. എൻ്റെ സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെയാണ് സാർ, ക്ലിയർ ആണ്. ശരി, നല്ല ഒരു വൈകുന്നേരം സുന്ദരമായ മനസ്സുകളുടെ കൂടെ സമ്മേളിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീ അനിൽ, ഡോക്ടർ അസീം, യൂനസ്, സനു സാർ, നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചതിനും എനിക്ക് 10 മിനിറ്റ് നിങ്ങളുടെ കുട്ടികളുമായി സംസാരിക്കാനുള്ള ഒരു സന്ദർഭം തന്നതിനും വളരെ സന്തോഷമുണ്ട്. 1958 വാണിയംകുളം സ്കൂളിൽ നിന്ന് യാത്ര തുടങ്ങുന്നതാണ് എൻ്റെ ശാസ്ത്രയാത്രയുടെ തുടക്കം. വാണിയംകുളം ചന്തയ്ക്ക് അടുത്തുള്ള ഒരു സ്കൂളാണ്. അത്ര പേര് കേട്ട സ്കൂളൊന്നുമല്ല. അവിടെ നിന്നാണ് ആദ്യമായിട്ട് അന്നത്തെ ശാസ്ത്രാധ്യാപകനായ വാരിയർ സാർ ഫിസിക്സിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി മനസ്സിലായാൽ കൊള്ളാം എന്ന് വിചാരിച്ച് വാണിയംകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് വന്നു. അവിടുന്ന് വിക്ടോറിയ കോളേജിലേക്ക് വന്നു. വിക്ടോറിയ കോളേജിൽ നിന്ന് സ്വല്പം രസതന്ത്രമൊക്കെ പഠിച്ച് നല്ലോണത്തിന് രസതന്ത്രത്തിന് ശക്തിയായി പഠിക്കേണ്ടി വന്നു. അത് പഠിച്ചു. അന്ന് 1964 ഹോമി ബാബ ബോംബെയിൽ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു ട്രെയിനിങ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. 1957 അദ്ദേഹം തുടങ്ങിയ ഒരു ട്രെയിനിങ് സ്കൂളാണ്. അതിന് ഇന്ത്യയിൽ നിന്ന് 25 കെമിസ്ട്രി ബിരുദധാരികളെ എടുക്കുമെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ഏതാണ്ട് 2000-3000 ഗോൾഡ് മെഡലിസ്റ്റ് കെമിസ്റ്റുകൾ വരും. അതിൽ നിന്ന് 20 ആളെയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിശക്തമായ ഒരു പരിശോധന കൂടെ, അതായത് സത്യം പറഞ്ഞാൽ ഒരു സൂചിയുടെ തൊളയിൽ കൂടെ കടന്നു പോകുന്ന അതോടുകൂടി ഒരു വലിയൊരു പരീക്ഷ പാസ്സാവണം. ആ പരീക്ഷ വളരെ രസകരമാണ്. 12 ശാസ്ത്രജ്ഞന്മാർ അവിടെ ഇരിക്കും അഭിമുഖത്തിന്. അവരിങ്ങനെ തുരേ ഇടതടവില്ലാണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ യാതൊരു മടിയും കൂടാണ്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം നമ്മളോട് ഈ അഭിമുഖം കഴിയും. അത് കഴിഞ്ഞാൽ പുറത്തു പോയി നിൽക്കാൻ പറയും. പുറത്തു പോയി നിന്ന് വന്നാൽ ഒന്നുകിൽ ഒരു കടലാസ് തരും, നിങ്ങളുടെ TA മേടിച്ചിട്ട് പൊക്കോളൂ, അല്ലെങ്കിൽ പറയും മെഡിക്കൽ ടെസ്റ്റിന് പൊക്കോളൂ. ഒരു ചെറിയൊരു കഷ്ണം തുണ്ടിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് നിങ്ങൾ പുറത്തോ അകത്തോ എന്ന്. അങ്ങനെ 1964 ഭാഭ പരമാണു ഗവേഷണ കേന്ദ്രത്തിൽ ഈ ട്രെയിനിങ് സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥിയായി വന്നു. ആ വിദ്യാർത്ഥി ജീവിതം ഒരുപക്ഷെ ഏതൊരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലും ഇത്രയും കടുത്തതും ഗഹനവും സംഭവ ബഹുലവുമായ ഒന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് ഒരു 5 കൊല്ലത്തെ സിലബസാണ് ഒരു കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കുന്നത്. 2000 മാർക്കിന്റെ 50 പരീക്ഷകൾ ഇടതടവില്ലാതെ എഴുതണം. ഏതെങ്കിലും ഒന്നിൽ 60 മാർക്കിൽ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്ത്, അകത്തെ പുറത്ത്, ഇത്രയും ഉള്ള വളരെ വ്യക്തമായ ഒരു ഇതോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും അനാരോഗ്യമോ വയ്യായോ വന്നിട്ട് ഒരു പരീക്ഷ എഴുതാൻ കഴിഞ്ഞാൽ പോയി, ആ പരീക്ഷ 40 മാർക്ക് പോയി. അപ്പോൾ ആരോഗ്യം നന്നായിരിക്കണം, മാനസികാരോഗ്യം നന്നായിരിക്കണം, ഇന്റലക്ച്വൽ ക്യാപിറ്റലും അതായത് നമ്മുടെ ബൗദ്ധിക മൂലധനവും വളരെ ശക്തമായിരിക്കണം. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വളരെ പ്രാഥമികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഉദാഹരണത്തിന് എന്നോട് ചോദിച്ചൊരു ചോദ്യം 1964 എന്നോട് ആ കമ്മിറ്റി ചോദിച്ചൊരു ചോദ്യം ഓർക്കുകയാണ്. ഒരു തുള്ളി വെള്ളത്തിൽ എത്ര ഹൈഡ്രജൻ അണുക്കളുണ്ട്? ഒരു തുള്ളി വെള്ളത്തിൽ എത്ര ഹൈഡ്രജൻ അണുക്കളുണ്ട്? അവർക്ക് വേണ്ടത് എണ്ണമല്ല, എത്ര ആ സംഖ്യ എന്തോ ആയിക്കോട്ടെ. ആ ഇവിടേക്ക് പൊക്കോളൂ, ബോർഡിൽ പൊക്കോളൂ എന്ന് എഴുതി കാണിക്കും മെത്തഡോളജി. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മൗലികമായ പ്രാഥമികമായ ഏറ്റവും മൗലികമായ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ സമീപനം എന്താണ്, ഒരു ശാസ്ത്രീയ സമീപനമാണ് നമ്മുടേത് എന്നാണ് അവർ നോക്കുന്നത്. വസ്തുതകളുടെ ഒരു കൂമ്പാരം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കാം, അതിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ കൈവശമുള്ള വസ്തുതകളുടെ കൂമ്പാരത്തിൽ നിന്ന് നമുക്ക് പ്രാധാന്യമുള്ള ഒരു വസ്തുതയെ തെരഞ്ഞെടുത്ത് എങ്ങനെ പ്രയോഗിക്കാൻ കഴിയും തക്ക സമയത്ത് എന്നുള്ള ആ പ്രശ്ന പരിഹാര സമീപന ശൈലിയെയാണ് ഒരു ശാസ്ത്രജ്ഞനെ വളർത്തിയെടുക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങനെ 1965 പരീക്ഷ പാസ്സായി ഭാഭ പരമാണു ഗവേഷണ കേന്ദ്രത്തിൽ ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജീവിതം തുടങ്ങി. അപ്പോൾ അന്ന് ശാസ്ത്രജ്ഞനായിട്ട് ജീവിതം തുടങ്ങുക എന്നുള്ളതാണോ പ്രാധാന്യം, അതോ
ഒരു ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ ആവുക എന്നാണോ നമ്മുടെ വീട്ടിൽ പറഞ്ഞു. എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു ക്ലാസ് 1 ഗസറ്റഡായി മാറണം. 22 വയസ്സിൽ അതായി എന്നുള്ളത് കൊണ്ട് എൻ്റെ കുടുംബത്തിനും അതിൽ വളരെ സന്തോഷമുണ്ടായി. അങ്ങനെ ശാസ്ത്ര ലോകത്തിലേക്ക് കടന്നു. ആ കടന്നതിന് ആ പ്രവേശനത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. 65-ൽ നോട്ടർഡാം സർവകലാശാലയിലെ പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഞങ്ങളുടെ തലവൻ. അദ്ദേഹത്തിനോടാണ് പോയിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ മുറിയിൽ ഒരു ഗ്യാസ് ക്രോമാറ്റോഗ്രാഫ് ഉണ്ട്, ആ മുറിയിൽ ഒരു അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉണ്ട്. ഇത് രണ്ടും 2 മാസത്തിനുള്ളിൽ പഠിച്ചിട്ട് ഇവിടെ വരും, അപ്പം ഞാൻ പ്രശ്നം തരാം. പ്രശ്നം അന്വേഷിക്കാൻ ആദ്യം പഠിച്ചു വരണം. അത് ഒരു ഉപകരണമല്ല, 2. ഒന്ന് ഓർഗാനിക് രസതന്ത്രത്തിലെ വിശകലനം നടത്താനുള്ള ഒരു വിദ്യ, മറ്റത് എലിമെന്റ്സിനെ, പ്രത്യേകിച്ച് മൂലകങ്ങളെ, അത് പ്രത്യേകിച്ചും മെറ്റാലിക് ലോഹ മൂലകങ്ങളെ വേർതിരിക്കാനുള്ള. അപ്പോൾ ഏതാണ്ട് പീരിയോഡിക് ടേബിളിന്റെ മൂലകങ്ങളെ മുഴുവനും, കാർബണിന്റെ എല്ലാ കോമ്പൗണ്ടുകളെയും, ഒരു രസതന്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോഫോട്ടോമീറ്ററും ഒരു ഗ്യാസ് ക്രോമാറ്റോഗ്രാഫും ഉണ്ടെങ്കിൽ അന്നത്തെ, അതായത് 64-ൽ, ഇന്നിപ്പോൾ അതൊന്നും പറയാ, നമുക്ക് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയായിരുന്നു ശാസ്ത്രത്തിലേക്ക് വളർന്നത്. അതായത് ഒരു തരം പ്രാകൃത രൂപത്തിലുള്ള ശാസ്ത്രവുമായിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടതെങ്കിലും അതുമായിട്ടുള്ള ഇടപെടലുകൾ, നിരന്തരമായ ഇടപെടലുകൾ, ആ ഇടപെടലുകളിൽ നിന്നൊരു ശാസ്ത്രീയ മനോഭാവം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടന്ന 40 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ. ഈ 40 കൊല്ലത്തിലത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുവിധം പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരെ എല്ലാം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാണാനും അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഉള്ള ഒരു സൗഭാഗ്യം കിട്ടി എന്ന് തന്നെ പറയാം. പിന്നെ അവിടെ തന്നെ ഉള്ള 6000 ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഇടപെടാൻ പറ്റി. ഏതാണ്ട് 5 കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന പരീക്ഷണശാലകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറിയായ മോഡുലർ ലബോറട്ടറി. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിൽ പോയാൽ 5 വിദഗ്ധന്മാരായ ശാസ്ത്രജ്ഞന്മാരെ കാണാം. അപ്പോൾ അങ്ങനെ ശാസ്ത്രജ്ഞന്മാരുടെ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ള ഒന്ന്, ശാസ്ത്രജ്ഞനാവുക എന്നതിൽ വളരെയധികം നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ പരിസരത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കം. പിന്നെ എൻ്റെ രസകരമായ ഒരു അനുഭവം, നമുക്ക് ഒരു ശാസ്ത്രത്തിന്റെ ഒരു മേഖലയിൽ കടന്നാൽ, 65-ൽ ചേർന്നാൽ 40 കൊല്ലം എനിക്ക് ഒരേ ശാസ്ത്ര ഗവേഷണ രംഗത്ത് നിന്ന് അതിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഊളിയിട്ട് പോകാൻ കഴിയും. പക്ഷേ ഞാൻ ഒരു വ്യത്യസ്തമായ മാർഗമാണ് എടുത്തത്. 5 കൊല്ലത്തിലധികം ഒരു വിഷയത്തിൽ പ്രവർത്തിക്കില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ വിഷയം മാറും. അപ്പോൾ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി 5 കൊല്ലം, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ് 5 കൊല്ലം, ഡീസാലിനേഷൻ ടെക്നോളജി 5 കൊല്ലം, അങ്ങനെ 8 വിവിധ വിഷയങ്ങളിൽ 5 കൊല്ലം കൂടുമ്പോൾ വിഷയം മാറും. ആദ്യം ഒരു വിദ്യാർത്ഥിയായി മാറും. ഓരോ സമയത്തും നാം വിഷയം മാറുമ്പോൾ ഒരു വിദ്യാർത്ഥിയായി മാറുകയാണ്. അപ്പോൾ 5 കൊല്ലത്തെ പരിചയം വെച്ച് മറ്റൊരു രംഗത്തേക്ക് മാറുക. അങ്ങനെ 40 കൊല്ലം ബാബ പരമാണു ഗവേഷണത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഗുരുഭൂതന്മാരുണ്ടായിരിക്കും. ഞാൻ കാണുന്നത് സർ ബർട്രൻഡ് ആർതർ വില്യം റസൽ, അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ വായിക്കും. നല്ലൊരു സാഹിത്യകാരനാണ്, ഒന്നാന്തരം ഗണിതജ്ഞനാണ്, അതിലധികം പ്രശസ്തനായ ഒരു ദാർശനികനാണ്. ഈ എല്ലാ തലങ്ങളിലും അത്യുന്നത പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളും, സെമാൻറ്റിക് വെക്ടർ എന്ന് പറയുക, അദ്ദേഹത്തിന്റെ ഓരോ അഡ്ജക്റ്റീവുകളും ഓരോ നാമവിശേഷണം എടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അറിയാം ആ പദത്തിന്റെ എത്ര അർത്ഥസാന്ദ്രമായ ഗംഭീരമായ പദപ്രയോഗം. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നാം ഉയരുമ്പോൾ കാണാം എന്താണ് ഈ ഭൗതിക ജീവിതത്തിന്റെ പ്രാധാന്യം. അദ്ദേഹം ശാസ്ത്രത്തെ നിർവചിച്ചു. അദ്ദേഹം പറഞ്ഞത് വളരെ ഏറ്റവും സങ്കീർണമായ കാര്യങ്ങളെ ഏറ്റവും ലളിതമായ രൂപത്തിൽ പറയാൻ കഴിവുള്ള അതിവിദഗ്ധ മനുഷ്യനാണ്, അതിവിദഗ്ധനായ ഒരു ദാർശനികനാണ് ഡോക്ടർ ആർതർ വില്യം റസൽ. അദ്ദേഹം പറഞ്ഞു, സയൻസ് എനേബിൾസ് us to know things and do things. കാര്യങ്ങൾ അറിയുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ശാസ്ത്രം നമ്മെ സജ്ജമാക്കുന്നു. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സജ്ജമാക്കുന്നൊരു പ്രക്രിയ. അതായത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, കാര്യങ്ങൾ അറിയാൻ, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അറിയലും ചെയ്യലുമാണ് ശാസ്ത്രത്തിന്റെ മൗലിക പ്രകൃതി എന്ന് നാം അവിടെ നിന്ന് മനസ്സിലാക്കും. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് നാം പല കാര്യങ്ങളും അറിയുന്നുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. നാം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊന്നും അറിയുന്നില്ല. അപ്പോൾ അറിയാതെ ചെയ്യുകയും ചെയ്യാതെ അറിയുകയും ശാസ്ത്രീയ തലത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഈ
ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെ അറിയലും ചെയ്യലും തമ്മിലുള്ള ആ പ്രതിപ്രവർത്തനത്തിന്റെ സമീകരണം സൃഷ്ടിച്ച മഹാനായ ഒരു പ്രതിഭയാണ് ബർട്രൻഡ് റസ്സൽ. ഇന്നും നമുക്ക് ലബോറട്ടറി കിടക്കുമ്പോൾ അറിയാം, ഇന്നെന്ന കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്നത് ചെയ്യാൻ കഴിയുന്നത്, ഇന്നെന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇന്നെന്ന അറിവുണ്ടായത്. ഈ അറിവും ചെയ്യലും തമ്മിലുള്ള സമീകരണത്തിന്റെ എല്ലാ വിശദാംശങ്ങളും നൽകിയത് ബർട്രൻഡ് റസ്സലാണ്. പക്ഷെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പിന്നീട് ഒരിക്കൽ ഏതാണ്ട് ഹോക്കിൻസ് അദ്ദേഹത്തിന്റെ 60ാം പിറന്നാൾ ആഘോഷിക്കാൻ ബോംബെയിൽ വരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളൊക്കെ പോയി കണ്ടു. അപ്പോൾ ചോദിക്കാനൊന്നും പറ്റില്ല, അതിൽ അടിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒറ്റ വാചകത്തിൽ എന്തായിരിക്കും തനിക്ക് പ്രൊഫസർക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, S = π AKC³/2hg. അതായത് എൻട്രോപ്പി ഈസ് ദ മെഷർ ഓഫ് ദ ഡിസോർഡർ ഓഫ് ദ സിസ്റ്റം. അതിന് തുല്യമാണ്. അത് പ്രാഥമിക സ്ഥിരാങ്കങ്ങളിൽ കൂടി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള അതിസമർത്ഥമായ ഒരു ഗണിത സമീകരണമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. അപ്പോൾ ഗണിതപരമായ സംഭാവനകൾ, പരീക്ഷണങ്ങൾ നടത്തി കിട്ടുന്ന ദത്തങ്ങളുടെ കൂമ്പാരം മാറ്റരുത്, ഇതിൽ കൂടിയാണ് നമ്മൾ ശാസ്ത്രത്തിൽ കൂടി കടന്നു പോകുന്നത്. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു പുസ്തകമായിട്ടുള്ള പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജിലോ അധ്യാപകന്മാരോ ഗവേഷകന്മാരോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. എന്നാൽ വാസ്തവത്തിൽ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ശാസ്ത്ര ലോകത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ അതീവ സങ്കീർണവും വളരെ ബൃഹത്തുമായ ഒരു 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 വ്യവസ്ഥയാണ്. ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. ഏതാണ്ട് 7 ലക്ഷം ഗവേഷകന്മാർ ദിവസേന പ്രവൃത്തിയെടുത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ശാസ്ത്രത്തിന്റെ ഒരു വ്യൂഹം, ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ 99.9% ഇന്ന് പരീക്ഷശാലയിൽ പ്രവർത്തിക്കും. 2020 $2.4 ട്രില്യൺ അമേരിക്കൻ ഡോളറുകളാണ് ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടി നീക്കിയിട്ടിരിക്കുന്നത്. ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഉപകരണം കൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ പ്രവർത്തിക്കുന്നത് പോലെയല്ല സേൺ എന്ന ലബോറട്ടറിയിൽ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിക്കുന്നു. അപ്പോൾ കൊച്ചു ശാസ്ത്രത്തിൽ നിന്ന് ഒരു ബൃഹത്തായ ശാസ്ത്രത്തിലേക്ക്, ബിഗ് സയൻസ്, ആ ബിഗ് സയൻസിന്റെ ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏകനായി ഒറ്റയാനായി നമുക്ക് വലുതൊന്നും നേടാൻ കഴിയില്ല. പക്ഷെ ഒരു സംഘത്തിന്റെ ഭാഗമായി മറ്റു ശാസ്ത്രജ്ഞന്മാരുമായി ചേർന്ന് നിൽക്കുമ്പോൾ, അവരുടെ തോളോട് തോൾ നേർക്കുക മാത്രമല്ല, അവരുടെ തോളിൽ കയറി നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ നേട്ടങ്ങൾ നേടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ഇന്ന് ശാസ്ത്ര രംഗത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു രുചിഭേദം ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആദ്യത്തിൽ തന്നെ കിട്ടി. കാരണം ബാബാ പരമൻ ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ 8000 ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അവരുടെ യോജിച്ച സംയുക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു വന്നത്. അപ്പോൾ ഈ ശാസ്ത്ര ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടത് ദക്ഷിണാപരമായ ഔന്നത്യം തീർച്ചയായും വേണം. ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, വളരെ റൂൾ ഓഫ് തമ്പ്, ഒരു തള്ളവരൽ നിയമം പറയുകയാണെന്നുണ്ടെങ്കിൽ, എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ PhD എടുക്കുന്നത് എന്ന് ഒരു പക്ഷെ പ്രധാനപ്പെട്ട നിർണായക ഘടകമായി മാറും. പുരാതന ഗ്രീസിൽ ഒരു സംഭവം ഉണ്ടത്രേ. ഒരു സ്ത്രീയുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ വിവാഹത്തിന് ശേഷം എത്ര കാലമായി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ 3 വയസ്സ് എന്ന് പറയുമ്പോൾ വിവാഹത്തിന് ശേഷം 3 കൊല്ലമായി എന്നാണ് കണക്കാക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞനെ ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ ശാസ്ത്രജ്ഞന് വയസ്സ് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ PhD കഴിഞ്ഞിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുന്നതിൻ്റെ സമാനമായ ഒരു രൂപത്തിലേക്കാണ് നാം കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്ര ലോകത്തിലേക്ക് കടക്കുമ്പോൾ വ്യക്തമായ ധാരണകൾ നമുക്കുണ്ടായിരിക്കണം. ഏത് വിഷയത്തിൽ, എവിടെ നിന്ന്, ആരുടെ കൂടെ ഗവേഷണം നടത്തി എന്നുള്ളത് നമുക്കൊരു ജീവിതത്തിൽ ഉടനീളം നാം കൊണ്ടു നടക്കുന്ന ഒരു സാക്ഷ്യപത്രം തന്നെയാണ് എന്നുള്ളത് സംശയമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്ന 10000 ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രത്തിലേക്ക് ഞാൻ എത്തി നോക്കുമ്പോൾ അവരുടെ ഉയർച്ചയും താഴ്ചയും കാണുമ്പോൾ ഇത് വളരെ പ്രകടമായ ഒരു വ്യക്തിപരമായ വസ്തുതയാണ്. അനക്ഡോട്ടൽ എവിഡൻസ് ആണ് ഇത്, എംപെറിക്കൽ എവിഡൻസ്. അനക്ഡോട്ട് എന്നുള്ളതിൻ്റെ ബഹുവചനം ഡാറ്റ എന്നുള്ളതല്ല. അപ്പോൾ ഒരു ഡാറ്റ അനാലിസിസ് ചെയ്തിട്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ വ്യക്തിപരമായ നിലയിൽ ഞാൻ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എത്രാമത്തെ വയസ്സിൽ PhD എടുത്തു എന്നുള്ളത്.
പിന്നെ ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെ സാനു, എനിക്ക് 4 മിനിറ്റ് കൂടി സമയമുണ്ടോ? സാറിന് എത്ര സമയം എടുക്കാം? ഞങ്ങൾക്ക് അത്രയും സന്തോഷമാണ്. ഞാൻ ഒരു 3 മിനിറ്റിൽ നിർത്താം. ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ നിർത്തണ്ട സാർ, തുടരാം. ഈ ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നേരത്തും അറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ ഫോസ്ഫീൻ മോളിക്യൂൾ എങ്ങനെ വീനസിന്റെ അറ്റ്മോസ്ഫിയറിൽ ഉള്ളതിനെ പറ്റി കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 2 ഗവേഷകർ അവരുടെ വളരെ വ്യക്തമായ ധാരണയിൽ ഫോസ്ഫീൻ മോളിക്യൂളിനെ മറ്റേ വീനസിന്റെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും സൾഫ്യൂരിക് അമ്ലം നിറഞ്ഞ ഒരു ഭാഗത്ത് PH3 എന്ന മോളിക്യൂളിനെ കണ്ടെത്തു എന്ന് കണ്ടുപിടിച്ചത് ഇന്നിപ്പോൾ എല്ലാ ശാസ്ത്ര മാസികകളിലും വെണ്ടക്കാക്ഷരത്തിൽ വന്നിട്ടുള്ള പ്രസക്തമായ ഒരു കാര്യമാണ്. അതും ശാസ്ത്രത്തിന്റെ ഔന്നത്യങ്ങളുടെ ഒരു ഭാഗമാണ്. ഒരു പക്ഷേ ഈ ഉയർന്നതിൻ്റെ ഒപ്പം ഉയർന്നതും ചെറുതും ശാസ്ത്രത്തിന് ഒരു പ്രശ്നം ആയിട്ടുള്ളത്, ഈ പ്രശ്നം എന്നുള്ളതിന് ഒരു ശാസ്ത്രീയമായ നിർവചനം കൊടുക്കും. വാട്ട് ഈസ് എ പ്രോബ്ലം? എ പ്രോബ്ലം ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ആൻഡ് വാട്ട് ഷുഡ് ബി. ഇന്ന് നിലവിലുള്ളത് എന്താണ്, അത് എന്തായിരിക്കണം, ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തലാണ്. ആ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എനിക്ക് മാത്രം തോന്നിയാൽ പോരാ, എല്ലാവർക്കും തോന്നാം. ഈ യൂണിവേഴ്സലി അക്നോളജ്ഡ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് ആൻഡ് വാട്ട് ഷുഡ് ബി, ദാറ്റ് ഇസ് വാട്ട് എ ടിപ്പിക്കൽ പ്രോബ്ലം ഈസ്. അപ്പോൾ അത്തരം ഒരു പ്രോബ്ലത്തെ കണ്ടെത്തുക, ആ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ അതിന് n സൊല്യൂഷൻസ് ഉണ്ടാവും. ഈ ഒരു പ്രോബ്ലത്തിനുള്ള n സൊല്യൂഷൻസിനെ കണ്ട് ഓരോ പരിഹാരത്തിൻ്റെയും അതിൻ്റെ വികസ്വര രൂപം എന്താണ്, സെനാറിയോ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രശ്നം 1, n സൊല്യൂഷൻസ്. n സൊല്യൂഷന് തുല്യമായിട്ട് നമ്മൾ n വിഹായസുകളെ സൃഷ്ടിച്ചു. പിന്നെ ഓരോ വിഹായസിനെയും തട്ടി n-1 പരിഹാരങ്ങളെ, നമ്മുടെ തന്നെ പരിഹാരങ്ങളെ നാം തള്ളിക്കളഞ്ഞ് ഒരെണ്ണത്തിനെ സ്വീകരിച്ച് ആ വഴിക്ക് പോകണം. മർഡർ യുവർ ഡാർലിങ്സ് എന്നാണ് അതിന് ശാസ്ത്രത്തിൽ സാധാരണ പറയുക. നാം കണ്ടുപിടിച്ച പ്രശ്നത്തിന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പരിഹാരങ്ങളെ ഓരോന്നായി കണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കണ്ടുപിടിച്ചതിന് ശേഷം n-1നെ തട്ടി ഒരു പ്രശ്നത്തെ സ്വീകരിക്കുന്നു, ആ വഴിക്ക് പോകും. ഈ വഴിക്കുള്ള ഒരു കൊച്ചു ഗവേഷണത്തിന്റെ കൊച്ചു കഥ കൂടി പറഞ്ഞ് ഞാനൊരു അവസാനം. ലോകപ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹം ഒരിക്കൽ ബോംബെയിൽ വന്നു, ഒരു യോഗത്തിൽ പങ്കെടുത്തു. ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കൈ ചൂണ്ടി പുറത്തേക്ക് കാണിച്ചു. അത് അവിടെ ആ ഒരു കുള നിൽക്കുന്നുണ്ടല്ലോ, ആ കുളത്തിൽ കുറേ കുളവാഴകൾ നിൽക്കുന്നുണ്ട്, ഐക്കോർണിയ ക്രാസിപ്പസ്. അത് ഇത്ര മോശമാണെന്ന് കണക്കാക്കണ്ടേ? അത് നല്ല ബയോമാസ് ഉണ്ട്, നല്ല അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്, പഠിക്കുന്നത് നല്ലതാണ്. ഏതാണ്ട് ഒരു 30 സെക്കൻഡിൽ അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഗവേഷണശാലയിൽ ചെന്ന് എൻ്റെ 2-3 സഹപ്രവർത്തകരോട് പറഞ്ഞു, നമുക്ക് ഇതിലൊരു പരീക്ഷണം നടത്താം. അപ്പോൾ ഇതിൽ പരീക്ഷണം നടത്തുന്നതിൽ ഞങ്ങൾ എന്താ ചെയ്തത്, ഇതിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഹെവി എലിമെൻറ്റ്സ്, കാഡ്മിയം, മെർക്കുറി മുതലായ ടോക്സിക് കെമിക്കൽ എലിമെൻറ്റ്സിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കണ്ട് ഇതൊക്കെ പഠിക്കാൻ പഠിച്ചു. 2-3 ആൾ അതിൽ PhD എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഇതൊരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു ചാനൽ, ഒരു കുഴൽ പോലെ ഉണ്ടാക്കി അതിൽ കൂടെ ഈ ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്ത്, ഈ അഭികൽപ്പന ചെയ്യാനുള്ള കഴിവ് ശാസ്ത്രത്തിന് വളരെ പ്രധാനമാണ്. അത് ചെയ്ത് ഒരു ഇത്രയും ppm 10 ppm മെർക്കുറി ഇവിടെ നിന്ന് തുടങ്ങിയാൽ അത് ഒരു 50 മീറ്റർ ദൂരത്ത് കിടക്കുമ്പോൾ റെസിഡൻസ് ടൈം കഴിഞ്ഞ് 0 റിലീസ് ടു ദ എൻവയറൺമെന്റ് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ലോ കോസ്റ്റ് ബൊട്ടാനിക്കൽ സിസ്റ്റം ഡിസൈൻ അഭികൽപ്പന ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാമിനാഥൻ പറഞ്ഞ ഈ ഒരു വാക്ക് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം കൊടുത്തത്. പിന്നെ അത് അമേരിക്കയിലെ നാസയ്ക്ക് ഇതിൽ താല്പര്യം തോന്നി, ഈ ഡാറ്റ അവർ ചോദിക്കുകയും അങ്ങനെ ഗവേഷണം ഏത് വഴിക്കും പോകും. അപ്പോൾ ഈ ഗവേഷണത്തിൻ്റെ തുടക്കം വളരെ ലാളിത്യത്തിൽ നിന്നും വലിയൊരു കാര്യത്തിൽ നിന്നും തുടങ്ങി അത് വളരെ ഗൗരവമായിട്ട് കണക്കാക്കാനും പോകും. അല്ലാത്ത സമയത്ത് അതങ്ങനെ മറക്കപ്പെടാനും. അപ്പോൾ ഇത് ഒരു വളരെ നമുക്ക് അങ്ങനെ ഞാൻ ഇന്നതിലേ പ്രവർത്തിച്ചു എന്നുള്ളതല്ല. എവിടെ പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളെ തടയുകയാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ ശാസ്ത്ര ലോകത്തിൽ ഏത് കൊല്ലത്തിലാണ് ഏത് വയസ്സിലാണ് നമ്മൾ PhD എടുക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. ഇന്ന് പലതരം ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും മിക്കി മൗസ് ഡിഗ്രീസും കോളേജസും ഉണ്ട്. അതായത് ഒരു PhD ഉണ്ടായിരിക്കും, പക്ഷെ ആ PhD എവിടെ നിന്നാണ്, ആരുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ്, അതുമായി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ, ശാസ്ത്ര പ്രബന്ധങ്ങൾ എത്രയാണ് നോക്കുമ്പോൾ അതൊന്നും കാണില്ല.
അപ്പോൾ ഒരു PhD-യുടെ അനാറ്റമി ആൻഡ് ഫിസിയോളജി രണ്ടും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അത് ശാസ്ത്രജ്ഞന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക. അതിൻ്റെ ശരീരശാസ്ത്രവും ശരീരകർമ്മശാസ്ത്രവും വ്യക്തമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ചും കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ശാസ്ത്രരംഗത്തേക്ക് വളരെയധികം PhD-കൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് 2 കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഒരു ശാസ്ത്രം ഒരു ജീവിതമാർഗമായും ഒരു ഉപജീവന മാർഗമായും ഒരു ജീവിത ശൈലിയായും നാം സ്വീകരിക്കുമ്പോൾ, ഇപ്പോൾ 40 കൊല്ലം ഒരു ഗവേഷണ ലോകത്തിൽ പ്രവർത്തിക്കുക, അതിനുശേഷം ശാസ്ത്ര പ്രചരണം നടത്തുക എന്ന് പറയുമ്പോൾ ധന്യമായ ഒരു ജീവിതം നടത്താൻ സാധ്യമാണ്. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ ബർട്രൻഡ് റസ്സലിനെ ഉദ്ധരിക്കേണ്ടായി. അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. എ ഗുഡ് ലൈഫ് is one inspired by love and guided by knowledge. സ്നേഹത്താൽ പ്രചോദിതവും ജ്ഞാനത്താൽ നിയാമകവുമാണ് ധന്യമായ ഒരു ജീവിതം. സ്നേഹമില്ലാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത സ്നേഹവും അശാസ്ത്രീയമാണ് എന്നുകൂടി അദ്ദേഹം നമ്മെ ഓർമ്മിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശോഭനമായ ഒരു ശാസ്ത്ര ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ശാസ്ത്രീയ രംഗത്ത് നിങ്ങൾക്ക് ശോഭനപൂർണമായ ഒരു ഭാവി ഉണ്ടാകട്ടെ. വളരെ മൗലികമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്ര മൂലധനത്തെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസ്താവനകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, ഒരുപാട് നന്ദി. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും മലപ്പുറം കരിയർ ഗൈഡൻസ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ 2020 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച ഒരു ചരിത്ര ദിവസം തന്നെയായിരിക്കും. കാരണം നമ്മുടെ കരിയർ ഗൈഡൻസ് രംഗത്തെ പ്രവർത്തനങ്ങളിൽ എന്നും ഓർമ്മിക്കത്തക്ക മനസ്സിന്റെ ഉള്ളിൽ ഒരു അടയാളപ്പെടുത്തലുകൾ ബാക്കിയാക്കി വെച്ച ഒരു ദിവസമാണ്. അങ്ങേപോലെ മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ ഉയർന്നു വരുന്ന ഒരുപാട് സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ അങ്ങയുടെ കുറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിൽ ഒരു വലിയ തീജ്വാല ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങക്ക് ഒരുപാട് നന്ദി. മാത്രമല്ല, അങ്ങയെ ഞങ്ങൾക്ക് എത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാനുമാഷും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. യൂനസ് മാഷെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഗസ്റ്റിനെ വിളിക്കാം. ജിതിൻ, യൂനസ് മാഷ്. ഓക്കെ സാർ. വിളിച്ചോളൂ. നമ്മുടെ ഇനി സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ല? ഓക്കെ, ക്ലിയർ ആണ്. നമ്മളിനി സ്റ്റുഡൻസ് ഇന്ററാക്ഷന് വേണ്ടി ക്ഷണിക്കുന്നത് ജിതിനെയാണ്. പൂനെ ഐസറിൽ നിന്നും നമ്മൾക്കറിയാം 7 ഐസറുകളാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന ഐസറാണ് പൂനെ ഐസർ. പൂനെ ഐസറിലെ പഠനത്തിൽ ഫിസിക്സിൽ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ 2ാം വർഷം ശാസ്ത്രജ്ഞരായ അനിൽ സാറേ, ക്ലിയർ ആവുന്നില്ലല്ലോ. യൂനസ് മാഷെ കേൾക്കുന്നില്ല സാറേ? ക്ലിയർ. അടുത്തതായി നമ്മൾ ക്ഷണിക്കുന്നത് ശ്രീ ജിതിനെയാണ്. ഐസർ 7 ഉണ്ട് ഇന്ത്യയില്. ഇതില് ഏറ്റവും പ്രശസ്തമായ പൂനെ ഐസറിൽ നിന്നും BSMS ഡ്യുവൽ ഡിഗ്രി പഠനത്തിന് ശേഷം ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിൽ PhD ചെയ്യുന്ന ജിതിൻ തന്റെ കുഞ്ഞനിയന്മാർക്കും എന്ത് മാർഗനിർദ്ദേശമാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ജിതിനെ ഇന്ററാക്റ്റീവ് സെഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്റെ സൗണ്ട് എല്ലാവരും കേൾക്കാവോ? സൗണ്ട് ക്ലിയർ ആണ്, വിഷയം ക്ലിയർ ആണ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, എനിക്ക് സ്ലൈഡ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഷുവർ. ഓക്കെ, ഷുവർ, താങ്ക് യു. ഓക്കെ, ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ്. ഹായ്, എല്ലാവർക്കും എൻ്റെ സ്ലൈഡ് കാണാവോ? ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാനിവിടെ UK ഇവിടെ സമയം ഇപ്പം 3:15 അവിടെ എനിക്ക് തോന്നുന്നു ഒരു 8:15 7:45 സമയം. 7:45. ഓക്കെ, ഞാൻ ബേസിക്കലി ഒരു ചെറിയൊരു സ്ലൈഡാണ് പ്രിപ്പയർ ചെയ്തത്, which includes എൻ്റെ ലൈക്ക് കോഴ്സ് വർക്ക്, ഞാൻ എവിടെയൊക്കെയാണ് പഠിച്ചത്, ഹൈസ്കൂൾ എവിടെയാണ് പഠിച്ചത്, ഹയർ സെക്കൻഡറി എവിടെയാണ് പഠിച്ചത്, പിന്നെ ലൈക്ക് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഡിഡ് ഐ ഡു and then things like that. So before starting that, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്ത എൻ്റെ ഈ പ്രോഗ്രാമിന്റെ എല്ലാ ഓർഗനൈസേഴ്സിനും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനിൽ സാറിനും അസീം സാറിനും യൂനിസ് സാറിനും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടുകൂടി രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ മാത്തമാറ്റിക്സിന്റെ മാഷായ ശശി കുമാർ സാറ് ഇത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സാറാണ് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. സാറ് ത്രൂ ആണ് ബേസിക്കലി എനിക്ക് പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞത്. അപ്പം സാറിനും എൻ്റെ ഒരു ഹ്യൂജ് താങ്ക്സ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുക ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഇപ്പം +1 +2 പഠിക്കുന്ന നിങ്ങളെ പോലെ സ്റ്റുഡൻസിന് ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോർച്യൂൺ ആയിട്ടാണ് കരുതുന്നത്. ആൻഡ് ഓൾസോ ഡോക്ടർ AP ജയറാമൻ സാറെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്മോൾ പ്രസന്റേഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജിതിൻ. ഞാനിപ്പം സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൽ സെക്കൻഡ് ഇയർ PhD ഇൻ ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD ആണ് ചെയ്യുന്നത്. ഞാനൊരു നോർമൽ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. വെൽ സെറ്റിൽഡ് ഫാമിലി എന്നുള്ള ഒരു നോർമൽ ലൈക്ക് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും ഹൈസ്കൂളിൽ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചാണ്. തേഞ്ഞിപ്പാലം. ഇതിൽ കുറച്ച് പേർക്കെങ്കിലും സെന്റ് പോൾസ് അറിയാൻ മതിയാവും. അവിടെയായിരുന്നു എൻ്റെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ. 2008 മുതൽ 2011 വരെ ലൈക്ക് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ അവിടെയാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ബേസിക്കലി എനിക്ക് ഫൈനലി ഒരു സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ സയന്റിസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയാണോ ലൈക്ക് ആ ഒരു ഫീൽഡിലേക്ക് എത്തിയ എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കസിൻ ഉണ്ട്. ഹീസ് ബേസിക്കലി NIT എഞ്ചിനീയർ ബാംഗ്ലൂരിൽ. അപ്പം ചെറുതാകുമ്പോൾ എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ. ഓൺലി ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു പഠിച്ചിട്ട് അങ്ങനെ ഒരു ലെവലിൽ എത്തിയ അങ്ങനെ ഒരു കസിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് എയിം. ആൻഡ് ദെൻ ലേറ്റർ ഓൺ ഞാനൊരു ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോൾ ബേസിക്കലി സയൻസിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വന്നു, പാഷൻ വന്നു ഐ വുഡ് സേ. അപ്പൊ അങ്ങനെ ഞാൻ സയൻസ് അല്ലെങ്കിൽ ലൈക്ക് സയന്റിസ്റ്റ് ആവാം, അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ ഒരു ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പം എനിക്ക് ഈ ഐസറിനെ കുറിച്ചൊന്നും ഒരു അറിവുണ്ടായിരുന്നില്ല. ഐസർ ബേസിക്കലി 2008 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഐസറിനെ കുറിച്ച് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം ഒരു BTech ചെയ്യാം, എന്നിട്ട് MTech ചെയ്യാം, എന്നിട്ട് MTech കഴിഞ്ഞിട്ട് ഒരു PhD ചെയ്യാം, അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. PhD ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഐ നെവർ ന്യൂ ഹൗ ടു ഡു ദാറ്റ്. അപ്പൊ അങ്ങനെ ഹൈസ്കൂൾ കഴിഞ്ഞു. ഞാൻ ഒരു എബവ് ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ ടോപ്പർ ആയിരുന്നില്ല. പക്ഷെ ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയപ്പോൾ ഞാൻ കുറച്ചും കൂടിയൊക്കെ സ്റ്റഡീസ് അവസാന ദിവസമാണ് പഠിക്കുന്നെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഐ വാസ് നെവർ ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ഇൻ സ്കൂൾ. അങ്ങനെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു. എന്റെ പാരന്റ്സും ഇത് കാണുന്നുണ്ട്. അവർക്കറിയാം ഞാൻ എത്രത്തോളം മടിയനായിരുന്നെന്നും ഞാൻ എങ്ങനെയായിരുന്നു ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ എന്ന്. അങ്ങനെ 10th കഴിഞ്ഞു. +1 +2 എല്ലാവരെയും പോലെ തന്നെ ഞാനും എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നു. കാലിക്കറ്റിലെ പ്രൈം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് പ്രൈം, റേസ് അങ്ങനെ 2 സ്ഥലങ്ങളായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത് എൻട്രൻസ് കോച്ചിങ്ങിന്. എന്റെ ചേച്ചി പ്രൈമിൽ പഠിച്ചുകൊണ്ടാണ് ബേസിക്കലി ഞാൻ പ്രൈമിൽ പോയത്. ആൻഡ് ദെൻ ഒബ്വിയസ്ലി അപ്പം എൻട്രൻസ് കോച്ചിങ്ങിനോട് കൂടി ഞാൻ ലൈക്ക് രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ, എന്റെ വീടിന്റെ തൊട്ടടുത്താണ് സ്കൂള്. എന്റെ വീടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലെത്തും.
സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഇപ്പം റിട്ടയർ ചെയ്തു, പ്രിൻസിപ്പൽ എന്റെ അച്ഛന്റെ കൂടെ പഠിച്ചതാണ്. അച്ഛനും ആ ഹെഡ് മാസ്റ്ററും അതേ സെയിം സ്കൂളിൽ പഠിച്ചതാണ്. എന്റെ കസിൻസും എന്റെ ലൈക് ഫസ്റ്റ് കസിൻസ് സെക്കൻഡ് കസിൻസ് എല്ലാവരും പഠിച്ച സ്കൂളാണ് രാമേട്ട ഹയർ സെക്കൻഡറി സ്കൂൾ. അതുകൊണ്ട് തന്നെ എനിക്ക് നൊസ്റ്റാൾജി ആയിരുന്നു ആ സ്കൂളിൽ പഠിക്കുക എന്നുള്ളത്. 11th and 12th ഞാൻ ആ രാമേട്ട ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ +2 ബിൽഡിംഗ്. എന്റെ കുറച്ചെങ്കിലും ടീച്ചേഴ്സ് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. It was basically a very good time, +1 +2. ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനും പോകുന്നുണ്ടായിരുന്നു, അതോടുകൂടി സ്കൂളും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി ഞാൻ IIT പ്രിപ്പയർ ചെയ്യാനായിരുന്നു എൻട്രൻസ് കോച്ചിങ് ചെയ്തിരുന്നത്. അപ്പോഴും എനിക്ക് ഐസറിനെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ 11th പഠിക്കുമ്പോഴും ഐസർ എന്താണെന്നോ ഐസർ എങ്ങനെയാണ് അഡ്മിഷൻ എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 12th അല്ലെങ്കിൽ 11th 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം എന്റെ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഒരു സാർ, ഒരു ഫിസിക്സിന്റെ സാർ പറഞ്ഞു, ഇങ്ങനെ ഐസർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ആ സാറിന്റെ സ്റ്റുഡന്റ് പഠിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ആ എക്സാം എഴുതാം. ഹാവിംഗ് സെഡ് ദാറ്റ് ബേസിക്കലി +1 +2 പഠിക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ കേസിൽ ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് ഞാൻ കേരള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, IIT JEE എഴുതി, IIT JEE മെയിൻസ് എഴുതി, അഡ്വാൻസ് എഴുതി, പിന്നെ ഈ ഐസറിന്റെ എക്സാംസ് എഴുതി, പിന്നെ കൂടെ ബിറ്റ്സിന്റെ എക്സാം, അങ്ങനെ എല്ലാ എക്സാംസും നോർമലി നമ്മളെല്ലാവരും എഴുതല്ലോ. അതുപോലെ തന്നെ ഒരു ജനറൽ സ്റ്റുഡന്റ്, നോർമൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഞാനും അങ്ങനെ ഈ എല്ലാ എക്സാംസും എഴുതി. എല്ലാ എക്സാംസിനും അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി. ഫൈനലി ഞാൻ ഇവിടെ ചൂസ് ചെയ്തു, ഐസറാണ് ചൂസ് ചെയ്തത് ഫൈനലി. വൈദ്യങ്ങാടി പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, അതേ സമയത്ത് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങളെ സ്കൂള് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയമായിരുന്നു അത്. ഞാൻ സെക്കൻഡ് ബാച്ചാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ബേസിക്കലി 2010 ഫസ്റ്റ് ബാച്ച് വന്നത് സ്കൂളിൽ. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് വളരെ ഓൾമോസ്റ്റ് യങ് ടീച്ചേഴ്സ് ആയിരുന്നു, എല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു, പഠിപ്പിക്കാനും ഭയങ്കര കിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ 2 years സ്കൂളിൽ വളരെ എന്താ പറയാ സ്കൂൾ പഠിക്കുന്ന കൂടെ ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ രണ്ടെണ്ണം ഒരുമിച്ച് വന്നുകൊണ്ടാണ് എനിക്ക് ലൈക്ക് ഈ ഒരു ഐസറിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ അത്ര ഡിഫിക്കൽട്ടായി തോന്നാഞ്ഞത്. അങ്ങനെ ഹാവിംഗ് സെഡ് ദാറ്റ് ഐസർ എക്സാം ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എഴുതി. അങ്ങനെ ഞാൻ ഐസറിൽ എത്തുകയായിരുന്നു. അങ്ങനെ ഞാൻ BSMS ഡ്യുവൽ ഡിഗ്രിയാണ് ഐസറിലുള്ളത്. ഒരു 5 year കോഴ്സാണ്. 2013 to 2018 ഞാൻ അവിടെയാണ് പഠിച്ചത്. ഈ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പിക്ചർ ബേസിക്കലി ഐസറിന്റെ മെയിൻ ബിൽഡിംഗ് ആണ്. ഞാൻ പഠിച്ച ഐസർ പൂനെയാണ്. ഞാൻ അടുത്ത സ്ലൈഡിൽ ഐസറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഐസർ പൂനെന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ബിൽഡിംഗ്സ് ആണ് ആ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ. റൈറ്റ് സൈഡിലുള്ള പിക്ചർ അതിന്റെ ജസ്റ്റ് ഒരു എൻട്രൻസ് മാത്രമാണ്. അങ്ങനെ ഞാൻ ഐസറിൽ 5 years ഞാൻ പഠിച്ചു. ഫസ്റ്റ് 2 years കമ്പൽസറി കോഴ്സ് വർക്ക് ആയിരുന്നു, പിന്നെ 3 years നമുക്ക് ഓപ്ഷണൽ ആയിരുന്നു, എന്ത് വേണമെങ്കിൽ പഠിക്കാമായിരുന്നു. 18 വയസ്സിന് മുൻപ്, അതായത് 18 വയസ്സ് തികയാത്തൊരു കുട്ടി 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് വേറൊരു സ്റ്റേറ്റിൽ പോയി പഠിക്കുക, അവിടുന്ന് ലൈക്ക് ഓൾ ഓവർ ഇന്ത്യയിലെ ഡിഫറെന്റ് എല്ലാ രീതിയിലുള്ള ഫ്രണ്ട്സിനെ കാണാം, എല്ലാ ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ലാംഗ്വേജ്. ഇറ്റ് വാസ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിക്കലി ഞാൻ പലതും പഠിച്ചു, കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, പലതും കണ്ടു. 18 വയസ്സ് മുതൽ 23 വയസ്സുള്ള ഒരു ഏജ് ഗ്യാപ്പ്, ആ ഒരു ലൈക്ക് വെരി ഡൈനാമിക് ഏജ്. നിങ്ങൾ എല്ലാവരും ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന ആ ഒരു ഏജ് ഗ്യാപ്പ്. ലൈക്ക് ഇൻ 1 or 2 years നിങ്ങൾ എല്ലാവരും ആ ഒരു സ്റ്റേജിലെത്തും. ഓർ മേ ബി ലൈക്ക് ഓൾറെഡി 18 വയസ്സായ ആൾക്കാരുണ്ട് അതിൽ. അപ്പൊ ഈ ഒരു ഏജ് ഭയങ്കര ഡൈനാമിക് ഏജ് ആണ്. അപ്പം ഇതാണ് നമ്മൾ, ഐ തിങ്ക് ഈ ഒരു ടൈമാണ് നമ്മൾ ഒരു ക്രൂഷ്യൽ ഫാക്ടർ എന്ന് വിചാരിക്കുന്നു. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും പറയുന്നതാണ് 10th സ്റ്റാൻഡേർഡ് ആണ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളത്, ആ സമയത്ത് നല്ലോണം പഠിക്കണം. പിന്നെ പറയും +2 ആണ് ക്രൂഷ്യൽ ആയിട്ടുള്ള, ആ സമയത്ത് നല്ലോണം പഠിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞാൽ ഫൈനലി കോളേജ് ബേസിക്കലി മാറ്റേഴ്സ്. കോളേജിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ഡിസൈഡ് ദ ഫ്യൂച്ചർ ഇൻ എ വേ. അത് ഒബ്വിയസ്ലി നമുക്ക് ചേഞ്ച് ചെയ്യാം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. പക്ഷെ ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയാം. നമ്മൾ ഒരു ഫ്യൂച്ചർ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് നമ്മുടെ കോളേജ് ഡിഗ്രി. അപ്പം ഐസർ അഡ്മിഷൻ ബേസിക്കലി ഞാൻ ഐസറിൽ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ ഐസറിനെ കുറിച്ചായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കുന്നതിൽ IASCയിൽ പഠിച്ച കുട്ടികളുണ്ട്. ഐ തിങ്ക് ദേ വിൽ ലൈക്ക് ടെൽ മോർ അബൌട്ട് IASCs. സോ ഇപ്പം 7 ഐസേഴ്സ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. ബേരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുവനന്തപുരം, തിരുപ്പതി. നമ്മളെ കേരളത്തിലുള്ള ആകെയുള്ള ഒരു ഐസർ ട്രിവാൻഡ്രമാണ്. പിന്നെ നിയറസ്റ്റ് ഐസർ പൂനെയാണ്. ഞാൻ +2 പഠിക്കുമ്പോൾ ഈ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പൂനെ ആയിരുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഐസർ എന്ന്. പൂനെ ആ സമയത്ത്, പൂനെയും കൊൽക്കത്തയും ഒബ്വിയസ്ലി ഓൾഡ് ഐസേഴ്സ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ആ സമയത്ത് കുറച്ചും എസ്റ്റാബ്ലിഷ് ആയി മാറിയത്. ഇപ്പൊ അറ്റ് പ്രസന്റ് ട്രിവാൻഡ്രം ഒക്കെ വളരെ നല്ല ഐസറാണ്. ദേ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആൻഡ് ഓൾ. അങ്ങനെ ഞാൻ
പൂനെ തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോയി പഠിക്കണമായിരുന്നു. യുനോ ഐ മീൻ ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേച്ചർ ഉണ്ടാവില്ല, പുറത്ത് പോയി പഠിക്കണം, കേരളത്തിന് പുറത്ത് പോയി പഠിക്കണം, അവിടുത്തെ കൾച്ചറൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം, കുറച്ചും കൂടി അടിച്ചു പൊളിക്കണം. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പൂനെ ചൂസ് ചെയ്തത്. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ഐസേഴ്സിലാണ് ഞാൻ ഫോർച്ചുനേറ്റ്ലി അഡ്മിഷൻ കിട്ടിയതെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു എക്സാം കഴിഞ്ഞിട്ട് അന്ന് ഐസർ ഞാൻ എഴുതിയിരുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രം ഐസറിൽ പോയിട്ടാണ് എക്സാം എഴുതിയത്. എക്സാം ലൈക്ക് ഇന്നായിരുന്നു എക്സാം എങ്കിൽ ഞാൻ എക്സാം എഴുതി, ഞാനും എൻ്റെ അച്ഛനുമാണ് ട്രെയിനിൽ പോയത്. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്ന് വീട്ടിലെത്തി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ നോക്കിയപ്പോൾ ഓൾറെഡി റിസൾട്ട് പബ്ലിഷ് ആയി. റിസൾട്ട് പബ്ലിഷ് ആയിട്ട് അതിൽ 150 സ്റ്റുഡൻസ് ആയിരുന്നു ഐസർ പൂനെയിൽ സെലക്ട് ആയിട്ടുള്ളത്. 150, 148 എന്തോ. അങ്ങനെ അതിൽ ഞാൻ എൻ്റെ പേര് കണ്ടു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഐ മീൻ ലൈക്ക് ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. എനിക്കിങ്ങനെ ഐസർ കിട്ടി. ഐ മീൻ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ ടൈമിന്. അങ്ങനെ ഞാൻ ബേസിക്കലി ഐസറിൽ കോൾ ചെയ്തു. ഞാൻ കോൾ ചെയ്ത് ചോദിച്ചു, ഇങ്ങനെ ഈ ഒരു ലിസ്റ്റിൽ പേരുണ്ട്, അത് അഡ്മിഷൻ ഉറപ്പാണോ, ഇനി എന്തെങ്കിലും ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ടോ? കാരണം അറിയില്ലല്ലോ. ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ടെൻഷനല്ല, ഐ മീൻ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു അഡ്മിഷൻ കൺഫേംഡ് ആണ്, ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് വന്നാൽ മതി, എല്ലാം റെഡിയാണെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഫാദറും കൂടി പൂനെയിൽ പോയി. അച്ഛന് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഹിന്ദി അധികം അറിയണ്ടായിരുന്നില്ല. പൂനെയിൽ ബേസിക്കലി ഹിന്ദിയാണ് അവിടുത്തെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലൈക്ക് ഔട്ട്സൈഡ് ലൈക്ക് സിറ്റിയിലൊക്കെ. അങ്ങനെ അഡ്മിഷൻ എടുത്തു, കോഴ്സ് വർക്ക് തുടങ്ങി. ആസ് ഐ സെഡ് ഏർലിയർ, ഡിഫറെന്റ് പീപ്പിൾ ലൈക്ക് ഓൾ ഓവർ ഇന്ത്യ, ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു. പിന്നെ മലയാളീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം പൂനെയിലും കൂടുതൽ മലയാളീസ് ആയിരുന്നു. എൻ്റെ ഐസറിലാണെങ്കിലും കൂടുതൽ പിള്ളേർ മലയാളി പിള്ളേരായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിരുന്നില്ല. ഇപ്പൊ ഹോം സിക്നസ് ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഐസറിൽ. അതൊക്കെയാണ് ഐസറിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം ഐസറിന്റെ അഡ്മിഷൻ ഇനി വരുന്നത് മൂന്ന് രീതിയിലൂടെയാണ് ഐസർ അഡ്മിഷൻ വരുന്നത്. ഇപ്പം ഈ ഒരു ടോക്ക് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസ് തന്നെ KVPY എക്സാം ജാനുവരിയിൽ എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് KVPY എന്താണെന്നും KVPY എങ്ങനെയാണെന്നൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, ഈ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ ആൻസർ. ആൻഡ് ഒബ്വിയസ്ലി ബാക്കിയുള്ള 3 ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും ആൻസർ ചെയ്യുന്നതായിരിക്കും. 3 സ്ട്രീംസ് ആണ്, KVPY, JEE അഡ്വാൻസ്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ്. ഞാൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് വഴിയാണ് അഡ്മിഷൻ എടുത്തത് ഐസറിൽ. ഇപ്പൊ നിങ്ങൾ KVPY എഴുതുന്നവരായതുകൊണ്ട് KVPY ഒബ്വിയസ്ലി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. KVPY എഴുതി കിട്ടുകയാണെങ്കിൽ ഐസറിൽ അഡ്മിഷൻ കിട്ടും. അതുകൂടാതെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ബോർഡ് എക്സാമിനേഷൻ സെപ്പറേറ്റ് എക്സാമിനേഷൻ ഉണ്ടോ ഐസറിലേക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട്. സർ, എത്ര സമയമുണ്ട് എന്ന് പറയാമോ? ലൈക്ക് എത്ര ടൈം ഇനിയും സംസാരിക്കാമെന്ന്? എടുത്തോളൂ സമയത്തിന്, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും 15 മിനിറ്റ്സ് അങ്ങനെ എന്തോ ആയിരുന്നില്ലേ? അപ്പം ഇനി ഒരു 5 മിനിറ്റ്സ്, 20 മിനിറ്റ്സ് എടുത്തോളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, യാ, ഇനി ഐസറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് മേജർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹ്യൂമാനിറ്റേറിയൻ, സോഷ്യൽ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, ഇങ്ങനെയാണ് അവിടുത്തെ സബ്ജക്ട്സ് വരുന്നത്. അപ്പം കുറെ പേർക്കുള്ള ഒരു പേടി എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ടാവില്ല, സോറി, ചില ആൾക്കാർ ബയോളജി എടുത്തിട്ടുണ്ടാവില്ല. അപ്പം ഈ ഒരു കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ബയോളജി പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഐസറിൽ ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ എന്താ വെച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള ബയോളജിയും, ഐ മീൻ എല്ലാ കോഴ്സും ലൈക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഈവൻ HSS ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് എല്ലാം വളരെ ബേസിക് ആയിട്ടാണ് പഠിപ്പിക്കുക. അപ്പം ബയോളജിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഇല്ലെങ്കിലും, ഐ മീൻ ഈവൻ 10th സ്റ്റാൻഡേർഡ് ബയോളജി മാത്രം ആണ് അറിയാവുന്നതെങ്കിലും ഐസറിലെ കോഴ്സ് വർക്ക് വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ കഴിയുന്നതാണ്. ഐ മീൻ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പം ഇങ്ങനെയാണ് കോഴ്സ് വർക്ക് വരുന്നത്. ഈ ഒരു ഡിഫറെന്റ് മേജർ, ഐ മീൻ ഈ 6 കോഴ്സസ് ആണ് ബേസിക്കലി, MC6 സബ്ജക്ട്സ് ആണ് ബേസിക്കലി ഐസറിലെ കോഴ്സ് വർക്കിൽ വരുന്നത്. പിന്നെ ഐസറിലെ അഡ്വാൻറ്റേജസ് എന്താ വെച്ചാൽ ഒരു വെരി ലൈക് മേജർ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സ്കോളർഷിപ്പ് ആണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഐസറിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം മാസം പെർ മന്ത് 5,000 rupees സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. I think within India, ISER is the only institute which provides this kind of scholarship. Obviously, അത് ഇൻസ്പയർ സ്കോളർഷിപ്പ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടിയ എല്ലാ സ്റ്റുഡൻസും നമ്മൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെർ മന്ത് ഞങ്ങൾ 5,000 rupees കയ്യിൽ കിട്ടിയിരുന്നു. ഒരു 18 വയസ്സായ ഒരു കുട്ടിക്ക് 5,000 rupees കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഞാൻ വളരെ ഒരു അഹങ്കാരമായിട്ടായിരുന്നു കരുതിയിരുന്നത്. കാരണം ഫസ്റ്റ് തിങ് വീട്ടിൽ പൈസ ചോദിക്കണ്ട, അപ്പം നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് സെൽഫ് സഫിഷ്യന്റ് ആയി ജീവിക്കാൻ പഠിക്കും.
കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എങ്ങനെ പൈസ ചെലവാക്കാം, എവിടെ ഫുഡിന് എത്ര കൊടുക്കേണ്ടി വരും, അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഓർഡേർഡ് ആയിരിക്കും. 5,000 റുപ്പീസ് മാസം കയ്യിൽ വരുമ്പോൾ എങ്ങനെ അത് വെച്ച് ജീവിക്കാമെന്നും നമ്മൾ പഠിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ഐസർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഐസറിൽ ഒരു 5 year കോഴ്സ് വർക്കാണ് വരുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. ബാച്ചിലേഴ്സ് ഡിഗ്രി, ബാച്ചിലർ ഓഫ് സയൻസ്, മാസ്റ്റേഴ്സ് ഡിഗ്രി, മാസ്റ്റർ ഓഫ് സയൻസ്, ഈ 2 ഡിഗ്രിയും കൂടി ലൈക്ക് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് 5 year ഒരു പാക്കേജ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ഇതിൽ ഫസ്റ്റ് 2 years കമ്പൽസറി കോഴ്സ് വർക്കാണ്. ഫസ്റ്റ് 2 years ഐസേഴ്സ് പറയും നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്ന്. അതിൽ നമുക്ക് ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, ഹ്യൂമാനിറ്റീരിയൻ സോഷ്യൽ സയൻസ് ഉണ്ടാവും, എൻവയോൺമെന്റൽ സയൻസ് ഉണ്ടാവും, പിന്നെ വേറെ കുറച്ച് കോഴ്സസ് ഉണ്ടാവും. പക്ഷേ ഇത്രത്തവണ കോഴ്സസ് ഉണ്ടെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ഐ മീൻ നമ്മൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് സ്റ്റുഡന്റ്, സ്കൂളിലൊക്കെ എബോവ് ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിഫൈങ് മാർക്സ് ഒക്കെ എല്ലാ എക്സാമിനേഷൻസും കിട്ടുന്നതായിരിക്കും ഐസറിൽ പഠിക്കുന്ന സമയത്ത്. ഇനി 3rd year മുതൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. 3rd year, 4th year, 5th year നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഫിസിക്സ് ആണ് എടുക്കേണ്ടത്, നമുക്ക് ഫിസിക്സിൽ കൂടുതൽ കോഴ്സസ് എടുക്കാം. കെമിസ്ട്രി ആണ്, നമുക്ക് കെമിസ്ട്രിയിൽ കൂടുതൽ കോഴ്സസ് എടുക്കാം. മാത്തമാറ്റിക്സ് ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. ബയോളജി ആണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്തിരുന്നത് ഫിസിക്സും മാത്തമാറ്റിക്സ് ആയിരുന്നു. എനിക്ക് കൂടുതൽ താല്പര്യം ഫിസിക്സും മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫിസിക്സിലും മാത്തമാറ്റിക്സിലായിരുന്നു കൂടുതൽ കോഴ്സ് എടുത്തിരുന്നത്. പിന്നെ 5th year നമുക്ക് നോർമലി ഒരു പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ബിടെക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ 5th year അല്ലെങ്കിൽ ഫൈനൽ ഇയർ, അതായത് ബിടെക്കിന്റെ 4th year നമുക്കൊരു പ്രൊജക്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ഐസറിലും നമുക്ക് 5th year ഒരു പ്രൊജക്റ്റ് ആണ് ചെയ്യാനുള്ളത്. അത് ഓരോ ഐസസിലും ഡിഫറെന്റ് റൂൾസ് ആണ്. ഐസർ പൂനെയിലാണെങ്കിൽ 5th year മുഴുവനായിട്ട് പ്രൊജക്ട് ആണ്. അതായത് 5th year നമുക്ക് ഒരു കോഴ്സ് വർക്കില്ല, ആകെ പ്രൊജക്ട് മാത്രം ചെയ്താൽ മതി. അതാണ് ഐസർ പൂനെ. ഇപ്പൊ ചില ഐസസിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഐസർ കൊൽക്കത്ത അല്ലെ ഐസർ മൊഹാലിയിലൊക്കെയാണ് അവിടെ ചിലപ്പോൾ 1-2 കോഴ്സസ് ഒക്കെ ചെയ്യണം. സോ അത് ഐസർ ഡിപ്പെൻഡന്റ് ആണ്. എല്ലാ ഐസേഴ്സും ഇൻഡിപെൻഡന്റ് ആണ്. എല്ലാ ഐസേഴ്സിനും അവരുടേതായ തീരുമാനങ്ങളുണ്ട്, അവരുടേതായ റൂൾസ് ഉണ്ട്. പക്ഷെ അഡ്മിഷൻ എല്ലാം സെയിം ആണ്, പ്രൊസീജിയർ സെയിം ആണ്, ഓൾമോസ്റ്റ് ഒരു കോഴ്സ് വർക്കിന്റെ ഔട്ടർ ലേഔട്ടും സെയിം ആണ്. ഇതൊക്കെയാണ് ഐസറിൽ പഠിക്കുമ്പോഴുള്ള കാര്യങ്ങൾ. ഐസറിൽ ഐ മീൻ കോഴ്സ് വർക്ക് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പല ഫ്രണ്ട്സും അല്ലെ എന്റെ റിലേറ്റീവ്സ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാൻ ISROയിൽ പോകുന്നതായിരുന്നു. അപ്പം അത് ഒരു കേരളത്തിലുള്ള ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് എന്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എന്റെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസസ്സിങ് എന്താണെന്ന് വെച്ചാൽ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ISROയിലെ ആൾക്കാരെന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ISRO എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഒബ്വിയസ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻ. പക്ഷെ അത് മാത്രമല്ല റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഇസ് ലൈക്ക് ഹ്യൂജ് തിങ്. അത് ഇറ്റ്സ് എല്ലാ സബ്ജക്ട്സിലും റിസർച്ച് ഉണ്ട്. ഇപ്പം ഫിസിക്സിൽ തന്നെ, ഇപ്പൊ ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സിൽ തന്നെ ലൈക്ക് ദർ ആർ ഹ്യൂജ് നമ്പർ ഓഫ് സബ് ഡിവിഷൻസ് വിത്തിൻ ഫിസിക്സ്. ഞാനിപ്പം ഫിസിക്സിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റില് ഒരു പെർട്ടിക്കുലർ സബ് ഡിവിഷനിൽ അതിലൊരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ചെയ്യുന്നത് എന്റെ PhD. I mean, there are so many opportunities to do PhD. അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ ലൈക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നേരത്തെ ജയരാജൻ സാർ പറഞ്ഞ പോലെ, ജയരാമൻ സാർ പറഞ്ഞ പോലെ ലൈക്ക് ആദ്യത്തെ 5 years സാർ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, പിന്നത്തെ 5 years ഡിഫറെന്റ് ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും നമുക്ക് ഐ മീൻ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചെയ്യാൻ. നമ്മൾ ഒരു ഡിറക്ഷനിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ സ്റ്റക്ക് ആവുന്നില്ല. നമുക്ക് അവിടുന്ന് ലൈക്ക് സ്വിച്ച് ചെയ്യാം, പിന്നെയും സ്വിച്ച് ചെയ്യാം. ഐ മീൻ ദർ ആർ ഹ്യൂമൻഗസ് ഓപ്പർച്യൂണിറ്റീസ് ഹിഡൻ ഓവർ ദർ. അപ്പം ഐസർ പറഞ്ഞ അല്ലെങ്കിൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ISROയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള ഒരു നോഷനാണ് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന കാര്യമാണ് ഐസറിലൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ IISc-ലൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, നാട്ടിലൊരു സയൻസ് കോളേജിൽ പഠിച്ചാൽ പോലെ അതും ഇതും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഐസർ IISc എന്ന പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്. അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, നമുക്ക് കിട്ടുന്ന ടീച്ചിങ് ക്വാളിറ്റി, നമ്മൾ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് അവരെല്ലാവരും വേൾഡ് ക്ലാസ് ഐ മീൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് വരുന്ന, ചില ആൾക്കാർ MIT-യിൽ പഠിച്ചു വരുന്നവരായിരിക്കും, ചില ആൾക്കാർ ഓക്സ്ഫോർഡിൽ പഠിച്ചു വരുന്നവരായിരിക്കും, ചില ആൾക്കാർ കേംബ്രിഡ്ജിൽ പഠിച്ചു വരുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഐ മീൻ ഹെവിലി ബ്രില്യന്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിന്റെ അടുത്തുള്ള ക്ലാസ്സസ്, കോഴ്സ് വർക്ക്, ഇതൊന്നും നമുക്കൊരു നോർമൽ ഐ മീൻ ലൈക്ക് ബാച്ചിലർ ഓഫ് സയൻസ് BSc കോളേജിലൊന്നും ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി കിട്ടണമെന്നില്ല. അപ്പം ഐസർ IISc എന്നുള്ള പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. വി ഗെറ്റ് ഐ മീൻ ലൈക്ക് ടോപ്പ് ക്ലാസ് റിസർച്ച് ആണ് നമുക്ക് കിട്ടുന്നത്. ഐ മീൻ അങ്ങനെയുള്ള പ്രൊഫസേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇനി കുറെ ആൾക്കുള്ള വേറൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഐസർ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സയൻസ് ഡിഗ്രി, ഒരു BSc, ഒരു MSc ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ്. ഹ്യൂമൻഗസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു ബാച്ചിലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് സ്റ്റുഡന്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡന്റിന്റെ കയ്യിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. ഒബ്വിയസ്ലി ഒരു ഡയറക്ട് പാത്ത് എന്ന് പറഞ്ഞാൽ PhD ആണ്. എന്നെ പോലെ
അല്ലെങ്കിൽ എന്റെ പല സുഹൃത്തുക്കളും ഇപ്പം PhD ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്പെസിഫിക് ടോപ്പിക്സിൽ ചില ആൾക്കാർ കെമിസ്ട്രിയിൽ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഫിസിക്സിൽ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ മാത്തമാറ്റിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ വൺ ഡയറക്ട് പാത്ത് എന്ന് പറയുന്നത് നമ്മൾ BSc MSc കഴിഞ്ഞിട്ട് PhD ചെയ്യാം. അത് ഒബ്വിയസ്ലി നമ്മളുടെ റിസർച്ച് ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ എന്തൊരു PhD ചെയ്യണം അല്ലെങ്കിൽ PhD ചെയ്യണോ വേണ്ട എന്നൊക്കെ. രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് MBA ആണ്. എന്റെ പല ഫ്രണ്ട്സും സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗിലേക്ക് പോകുന്നവരുണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജ്. മാർക്കറ്റിംഗിലേക്ക് പോയാൽ നമ്മൾ സയൻസ് മാർക്കറ്റിംഗിലൊക്കെ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി റിസർച്ച് ലബോറട്ടറീസ് ആണ്. ഇന്ത്യയിലും പുറത്തും ദർ ആർ ന്യൂമറസ് റിസർച്ച് ലബോറട്ടറീസ്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നാലാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇൻഡസ്ട്രീസ് ആണ്. നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ജോയിൻ ചെയ്യും. ഇപ്പോൾ ബയോളജിയും കെമിസ്ട്രിയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്, നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, നമ്മൾ സാധാരണ കഴിക്കുന്ന മെഡിസിൻസ്, ആ മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, അവിടേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഡിഫറെന്റ് ആർമി റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ DRDO, അങ്ങനെ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകാം, അവിടേക്ക് പഠിക്കാം, അല്ലെങ്കിൽ അവിടെ PhD ചെയ്യാം. അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നമുക്ക് ടീച്ചിങ് ആണ് പാഷൻ എങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് UPSCയുടെ എക്സാം എഴുതാം, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാം എഴുതാം. അങ്ങനെ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. നമ്മൾ എന്ത് പഠിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ദർ ആർ ഹ്യൂമൻഗസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒന്ന് പഠിച്ചെന്ന് വെച്ച് നമ്മൾ ഒരിക്കലും എവിടെ എത്താതെ പോയില്ല. ഇപ്പം സയൻസ് തന്നെ ആണെന്നില്ല, നമുക്കിപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എല്ലാത്തിനും അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാം എന്ത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് നമുക്കൊരു വിൽ, ഇഫ് വി ഹാവ് എ വിൽ വി ഹാവ് എ വേ. there's a way. നമുക്ക് ജസ്റ്റ് ഒരു വിൽ പവർ മതി. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിൽ റീച്ച് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അപ്പം ഐസർ കഴിഞ്ഞാലും there are humongous opportunities available. ഇനി ഞാൻ ഇപ്പം 2018 മുതൽ ഞാൻ ഫിസിക്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൽ PhD ചെയ്യുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്ന പിക്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിന്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. ആ കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിന്റെ ഒരു ഫേമസ് ടവർ ആണ്, ക്ലോക്ക് ടവർ ആണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒറിജിനൽ ഫോട്ടോ ആണ്. കണ്ടാൽ എഡിറ്റർ ആയിട്ട് തോന്നുന്നെങ്കിലും ആ ഒരു ബിൽഡിംഗ് വൺ ഓഫ് ദ ഫേമസ് ബിൽഡിംഗ്സ് വിത്തിൻ ദ ക്യാമ്പസ് ആണ്. പൂനെയിൽ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇന്റർനാഷണലി ഞാൻ ഒരു ബർമിംഗ്ഹാം, യുണൈറ്റഡ് കിങ്ഡമിൽ ബർമിംഗ്ഹാമിലാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ +1 +2 പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ പഠിക്കുമെന്ന്. ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്കൂളിലും, സാധാരണ സ്കൂളിൽ പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ പഠിക്കുന്ന +1 +2 സ്കൂൾ എല്ലാ സ്കൂളും വളരെ ടാലന്റഡ് ടീച്ചേഴ്സ് എല്ലാം ഉള്ള സ്കൂൾസ് ആണ്. പക്ഷെ ഹാവിംഗ് സെഡ് ദാറ്റ് if you dream big, നമുക്ക് നല്ല ഡ്രീംസ് ഉണ്ടെങ്കിൽ we'll reach the final destination. ഇപ്പൊ എന്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാൻ അത്ര എന്താ പറയാ ചെറുതാകുമ്പോൾ തന്നെ ഇപ്പൊ 5th സ്റ്റാൻഡേർഡിൽ തന്നെ സയന്റിസ്റ്റ് ആവണമെന്ന് വിചാരിച്ച കുട്ടിയോ അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാവുന്ന കുട്ടിയായിരുന്നില്ല. എനിക്കത് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എല്ലാം സ്വന്തമായിട്ട് ചെയ്തൊരു കുട്ടിയാണ്. അപ്പം നമ്മുടെ ചുറ്റോറും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റോറും അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡൗൺ ആവാൻ പാടില്ല. നമ്മൾ വി ഹാവ് ടു ബി ഓൾവേസ് സെൽഫ് മോട്ടിവേറ്റഡ്. സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താം എന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ ഒരു നോർമൽ ഫാമിലിയിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് +1 +2 പഠിച്ചു കഴിഞ്ഞ് ഐസറിൽ പഠിച്ച് ഇവിടെ PhD ചെയ്യുന്ന ഒരു കുട്ടിയാണ്. Looking back, I think I'm very fortunate. And the parents are very happy and also teachers. Yeah, that's all from my side. I'm concluding. Once again, thanking all the organizers for giving me the opportunity. And obviously, thanking Jayaraman sir. A eminent personality, it's a huge opportunity for me. Thank you. ഓക്കെ, ധന്യ ടീച്ചർ അല്ലേ? ധന്യ ടീച്ചർ ഇനിയിപ്പം ആ കുട്ടി മറ്റു രണ്ടുപേരില്ലേ, 2 ഗസ്റ്റ് ഇല്ലേ നമുക്ക്? കുട്ടികളുണ്ടല്ലോ അവിടെ. ധന്യ ടീച്ചർ ഓക്കെ ഹാൻഡിൽ ചെയ്തോളൂ. അല്ല സാറ് ഇൻവൈറ്റ് ചെയ്തോളൂ, ഞാൻ അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇടപെട്ടാ പോരെ? ഓക്കെ അടുത്ത വിളിക്കും. നേരത്തെ താങ്ക് യു ജിനി. നമുക്ക് ഇനി അടുത്ത ഗസ്റ്റിലേക്ക് പോവാം. നമ്മുടെ കേരളത്തില് ഉള്ള ഐസർ, ട്രിവാൻഡ്രത്തുള്ള ഐസറിൽ ഇപ്പോൾ BSMS ഡ്യുവൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ് ആതിരയാണ് അടുത്തതായിട്ട് നമ്മുടെ
കുട്ടികളുമായിട്ട് ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. We proudly invite Ms. Adira to interact with our KVPY aspirants. So please. Hello, sir. കേൾക്കാം പറഞ്ഞോളൂ. Okay, sir. ഹായ് എവരിവൺ. അപ്പോൾ എൻ്റെ പേര് ആതിര എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ഐസറിലെ ഫസ്റ്റ് ഇയർ BSMS സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ മലപ്പുറം പൊന്നാനിയാണ് സ്വദേശം. അപ്പം ഐസറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മിക്കവാറും കുറെ കാര്യങ്ങൾ ഇപ്പൊ ജിതിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ച ഡൈനി ടീച്ചറോടും ഇതിന്റെ കോർഡിനേറ്റേഴ്സിനോടും ഞാൻ നന്ദി പറയാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇത്രയും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇതിന്റെ ഫസ്റ്റ് ടൈമാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതില് പങ്കെടുത്തതിലെ ഗസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ AP ജയരാമൻ സാറിന്റെ ടോക്ക് കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഐസറിനെ പറ്റി പറയുന്നതിന്റെ മുന്നേ ഞാൻ ഒരിക്കലും ഒരു സയന്റിസ്റ്റ് എന്നൊന്നും വിചാരിച്ചിട്ടല്ല എൻ്റെ കരിയർ തീരുമാനിച്ചിരുന്നത്. അപ്പം ഞാൻ പഠിച്ചിരുന്നത് തന്നെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് ജവഹർ നവോദയ വിദ്യാലയമാണ് മലപ്പുറത്ത്. അവിടെയായിരുന്നു ഞാൻ 9th 10th പഠിച്ചത്. അതിന് മുന്നേ പൊന്നാനിയിൽ തന്നെയുള്ള AV സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പം ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്ന എനിക്ക് മെഡിസിൻ എന്നുള്ള ഫീൽഡിലേക്ക് പോകാനായിരുന്നു. കാരണം കൂടുതലും അങ്ങനെയാണല്ലോ, നമ്മൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അപ്പൊ ആ ഒരു പാർട്ടിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞപ്പോൾ ഞാൻ +1 +2 കോച്ചിങ്ങിനും കൂടി ആയിട്ട് തൃശ്ശൂർ പോയി. തൃശ്ശൂർ PC തോമസ് സാറിന്റെ കോച്ചിങ് സെന്ററിൽ പോയിരുന്നു. തൃശ്ശൂർ തന്നെയുള്ള വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 +2 ചെയ്തത്. അപ്പം അവിടെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഐസറിനെ പറ്റി അറിയുന്നത്. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു, രശ്മി ടീച്ചർ എന്ന് പറയും. അവിടെ വിവേകോദയ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ ടീച്ചർ വഴിയാണ് +1 കഴിയുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഇങ്ങനെ വന്നിട്ട് ആതിര ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിനേക്കാളും മെഡിസിൻ നല്ലതാണ്, അതേപോലെ എഞ്ചിനീയറിംഗ് നല്ലതാണ്, പക്ഷെ ഒരു ഡിഫറെന്റ് ഫീൽഡിലേക്ക് പോയിട്ടുള്ളതാണ് ടീച്ചറായിരുന്നു. ടീച്ചർ വഴിയാണ് ഞാൻ ഐസർ അറിയുന്നതും അതേപോലെ തന്നെ ഐസറിനെ പറ്റി കൂടുതൽ +1 ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഐസർ, എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. അപ്പം അന്ന് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഓക്കെ ഈ ഫീൽഡ് എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു +1 പഠിക്കുമ്പോൾ. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, റിസർച്ച് അല്ലെങ്കിൽ സയൻസിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് എപ്പോഴും താല്പര്യമാണ്. അപ്പം ഞാൻ അതിനെ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഐസർ അല്ലെങ്കിൽ IIT പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ആ ടൈമിൽ അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ട് അറിഞ്ഞു. അപ്പം എൻ്റെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അന്നേക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് 1 ഇയർ ഞാൻ എന്തായാലും ഐസർ തന്നെ പോകണം, നിർബന്ധമായിട്ടും എനിക്ക് ഐസറിൽ തന്നെ പഠിക്കണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് 1 ഇയർ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ഐസർ എഴുതി ഐസറിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ കൊടുത്തതും ഐസർ തിരുവനന്തപുരമാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട്. കേരളത്തിലായതുകൊണ്ട് ഐസർ ട്രിവാൻഡ്രമാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് അന്ന് കൊടുത്തത്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ ഐസറിലേക്ക് എത്തുന്ന വഴിയാണ്. ഇനി ഐസറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഐസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. അപ്പം ആ പേരിലുള്ളത് പോലെ തന്നെ അതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് MHRDയുടെ കീഴിലുള്ള ഒരു ഓട്ടോണോമസ് സ്ഥാപനമാണ്. അപ്പം ജിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ഐസറിലും ഡിഫറെന്റ് റൂൾസും റെഗുലേഷൻസ് ഒക്കെയാണ് ഉള്ളത്. ഈവൻ ഈ അഡ്മിഷൻ പ്രോസസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പം +2 കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് സയൻസിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്, റിസർച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 12th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി അപ്ലൈ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 3 ചാനൽ വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങളെല്ലാവരും KVPY ആസ്പിറൻസ് ആണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് KVPY. അപ്പൊ KVPY എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ IIT JEE അഡ്വാൻസ്ഡ് വഴി, നമ്മൾ JEE മെയിൻസ് എഴുതി JEE അഡ്വാൻസ്ഡ് വഴി ഐസറിലേക്ക് അഡ്മിഷൻ എടുക്കാം. ഇത്
കൂടാതെ ഉള്ളതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബോർഡും സെൻട്രൽ ബോർഡ് അല്ലെങ്കിൽ ICSE ഓരോ സ്റ്റേറ്റ് ബോർഡിനും ഓരോ കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടുണ്ടാവും നമ്മുടെ +2. അപ്പോൾ ഈ +2 കട്ട് ഓഫ് മാർക്കിൽ മുകളിലുള്ളവർക്കാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പറ്റുക. അത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 93-94 ആയിരുന്നു സ്റ്റേറ്റ് കട്ട് ഓഫ്. പക്ഷെ ഓരോ വർഷവും ഇതിന്റെ കട്ട് ഓഫിൽ ചേഞ്ച് വരുന്നുണ്ട്. ഈ വർഷം നമ്മുടെ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ചേഞ്ച് കട്ട് ഓഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പെർട്ടിക്കുലർ കട്ട് ഓഫിന് മുകളിലുള്ളവർക്ക് ഐസറിൽ അപ്ലൈ ചെയ്യാം. ഇനി ഐസറിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാം. ഈ ഐസർ BSMS ഡ്യുവൽ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ഒരു 5 ഇയർ കോഴ്സാണ്. അതായത് 10 സെമസ്റ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഐസർ ട്രിവാൻഡ്രത്തിലുള്ള കോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് 2 ഇയേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അത് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പം ഇപ്പൊ മാത്സ്, ബയോളജി കുട്ടികളാണെങ്കിൽ നമുക്ക് അധികം ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. ഭയങ്കര ഹെൽപ്ഫുൾ തന്നെയാണ് ഐസറിലുള്ള ബയോളജി കോഴ്സും. അതേപോലെ തന്നെ മാത്സ് ആണെങ്കിലും മാത്സ് കോഴ്സും അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല, നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ 4 സെമസ്റ്ററിൽ നമ്മൾ ഈ 4 സബ്ജക്ട്സും പഠിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്ന വേറെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്. അപ്പം ഞങ്ങൾ പഠിക്കുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്സ് ലാബ് അങ്ങനെയുള്ള ചില കോഴ്സസ് ഒക്കെ ഞങ്ങൾക്ക് ആദ്യത്തെ 4 സെമസ്റ്ററിൽ എക്സ്ട്രാ ആയിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആയിട്ട് നമുക്ക് ഓരോ സെമസ്റ്ററിലും ഓരോ ഹ്യൂമാനിറ്റീസ് കോഴ്സസ് കിട്ടും. അപ്പോൾ ഹ്യൂമാനിറ്റീസ് കോഴ്സസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഫിലോസഫി, സൈക്കോളജി ഒക്കെ ആയിരുന്നു ആ 4 സെമസ്റ്ററിൽ ഓരോന്നും ഇതായിട്ട് കിട്ടിയത്. അപ്പം അതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് 4 സെമസ്റ്ററിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ 3rd ഇയറിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഡീപ്പ് ഇൻറ്റു സബ്ജക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് നമുക്ക് മേജർ ആയിട്ട് എടുക്കണം, ഒരു എടുക്കാം. 3rd ഇയറും 4th ഇയറും ഇപ്പൊ ഞാൻ മേജർ ആയിട്ട് എടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ബയോളജിയാണ്. അപ്പൊ ബയോളജി, ലൈഫ് സയൻസ് ആണ് ഐസർ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ലൈഫ് സയൻസിൽ എല്ലാ ഏരിയാസും, അതായത് ഫിസിയോളജി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും മൈക്രോബയോളജി ആണെങ്കിലും എല്ലാ പോർഷൻസും അടുത്ത 4 സെമസ്റ്ററിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ 4 സെമസ്റ്ററിൽ നമ്മൾ എടുക്കുന്ന മൈനർ കോഴ്സിന്റെ ഒരു മൈനർ സബ്ജക്റ്റിന്റെ ഒരു കോഴ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഫിസിക്സ് ആയിരുന്നു എൻ്റെ മൈനർ സബ്ജക്റ്റ് കണ്ട്. അപ്പൊ ഫിസിക്സ് പീരീഡ് ഞാൻ പഠിച്ചത് കണ്ടൻസ് മാത്സ്, ക്വാണ്ടം മെക്കാനിക്സ്, അതേപോലെ ഇലക്ട്രോണിക്സ്, അങ്ങനെയുള്ള കുറച്ച് സബ്ജക്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 4th ഇയർ ലാസ്റ്റ് സെമസ്റ്റർ ആവുന്ന സമയത്ത് ഈ മൈനർ എടുക്കുന്ന സബ്ജക്റ്റിൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യണം. അപ്പൊ മൈനർ എടുക്കുന്ന സബ്ജക്റ്റിൽ എന്താ അതിൻ്റെ ഒരു ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉള്ള ഫാക്കൽറ്റീസിന്റെ അണ്ടറിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്കൽറ്റീസിന്റെ അണ്ടറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സ് എന്ന് മാത്രമല്ല, നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ മൈനർ എടുക്കുന്നത് ആ മൈനർ എടുക്കുന്ന സബ്ജക്റ്റില് ഫാക്കൽറ്റീസിന്റെ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റീസിന്റെ അണ്ടറിൽ നമുക്ക് ലാബിൽ ഒരു അതിന്റെ പ്രോജക്ട് പ്രസന്റേഷൻ ആണ് 4th ഇയറിൽ ലാസ്റ്റ് സെമസ്റ്ററിൽ ഉണ്ടാവുന്നത്, അതായത് 8th സെമസ്റ്ററിൽ ഉണ്ടാവുന്നത്. അതിന്റെ പ്രോജക്ട് പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇവാലുവേഷൻ വരിക. ഇത് കൂടാതെ കോഴ്സസ് അവിടെ വേറെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്സ് ഒപ്റ്റിക്സിലായിരുന്നു എൻ്റെ മൈനർ പ്രോജക്റ്റ്. കഴിഞ്ഞ ഏപ്രിലായിരുന്നു എൻ്റെ കോഴ്സ് തീർന്നത് മൈനർ പ്രോജക്റ്റിന്റെ. അത് ലൈറ്റ് ഷീറ്റ് മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ട്. അപ്പൊ അത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കുറെ ലാബ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 5th ഇയറിൽ എത്തുമ്പോൾ നമുക്ക് പിന്നെ പറഞ്ഞ പോലെ തന്നെ കോഴ്സുകളൊന്നും ഇല്ല. ഇനി നമ്മൾ ഏതെങ്കിലും കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരാണെങ്കിൽ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചെയ്യേണ്ടത് മേജർ പ്രോജക്റ്റ് അലി സാറേ, അലി സാർ ഓഡിയോ ക്ലിയർ അല്ല. കട്ടായോ? പിന്നെ ഇല്ല, അത് കട്ടായിട്ടില്ല.
അതിലെ വീഡിയോ ഒന്ന് ഓഫ് ആക്കിയിട്ട് ചെയ്ത് നോക്കൂ, ക്ലിയർ ആവുമെന്ന്. കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? നമുക്ക് പങ്കെടുക്കാം. പിന്നെ അവിടെ ഉണ്ടല്ലോ, അതിലെ പോകുന്നില്ലല്ലോ. അതിലെ ലൈനിൽ നിന്നാ മതി, നമുക്ക് ക്ലിയർ ആവും. വീഡിയോ ഓഫ് ആക്കിയാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. വീഡിയോ ഓഫ് ആക്കിയാൽ ചിലപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവും. ഹലോ, അതിലാ പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ മാം? ഓ യെസ്. അപ്പം ഫിഫ്ത് ഇയറിൽ നമ്മൾ മേജർ പ്രോജക്റ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോ എന്റെ സബ്ജക്ട് വന്നിട്ട് ബയോളജിയാണ്. അപ്പൊ ബയോളജിയിൽ ഞാൻ ക്രോണോബയോളജി ലാബിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ നിഷ കണ്ണന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഡ്രോസോഫില്ലയാണ് എന്റെ മോഡൽ ഓർഗാനിസം. അപ്പം നമ്മുടെ ഫിഫ്ത് ഇയറിലെ പ്രോജക്ട് പ്രസന്റേഷനും അതേപോലത്തെ റിപ്പോർട്ട് സബ്മിഷനും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇവാലുവേഷൻ ഉണ്ടായിരിക്കുക. ഹലോ, പറഞ്ഞോളൂ അതിരാ. ഓക്കെ മാം, ഓക്കെ. അപ്പം ഇങ്ങനെ 5 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ഇനി ഈ വർഷം, അതായത് 2020 ബാച്ച് ചെയ്തിട്ട് ഐസെറ്റ് ട്രിവാൻഡ്രത്ത് കുറച്ച് കോഴ്സ് സ്ട്രക്ചറിൽ കുറച്ച് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്റഗ്രേറ്റഡ് ഇന്റർഡിസിപ്ലിനറി സയൻസ് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കോഴ്സ് സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം I² എന്നാണ് അതിന്റെ പേര്. I² ഡാറ്റ സയൻസ്, I² കെമിക്കൽ സയൻസ്, I² ബയോളജിക്കൽ സയൻസ്, I² ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് I² മാത്തമാറ്റിക്സ്, അങ്ങനെ ഒരു ഫീൽഡും കൂടെ പുതിയതായിട്ട് ഐസർ കോഴ്സ് സ്ട്രക്ചറായിട്ട് CVM കോഴ്സ് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ 2020 ബാച്ച് ചെയ്തിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് 2020 അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, COVID-19 ആയതുകൊണ്ട്. അപ്പം എന്തെങ്കിലും പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് അറിയെങ്കിൽ ഹൊറിസോൺ കരിയർ വന്നിട്ട് നമ്മുടെ തന്നെ ഒരു കരിയർ ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോയോ? അതിലെ വീണ്ടും ഔട്ടായി പോയോ? അനിൽ സാറേ അനിൽസാറും പോയോ? അടുത്ത ആളെ വിളിച്ചോളൂ. അടുത്ത ആളെ വിളിക്കണം. ഓക്കെ, നമ്മള് ആതിര സംസാരിക്കുന്നതിനിടയിൽ ചെറിയ ഇന്ററപ്ഷൻ വന്നിട്ടുണ്ട്. ആതിര ലൈനിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവസാന സെഷൻ ആതിര ലൈനിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി അടുത്തതായിട്ട് ഇത് ജിതിൻ അതേപോലെ ആതിര രണ്ടുപേരും ഐസർ പ്രോഡക്റ്റുകളാണ് എങ്കിൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡെലിഗേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിസ് അമൃതയാണ്. IICയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഐസറുകൾക്ക് മുമ്പ് അതാ ഇന്ത്യൻ ശാസ്ത്ര രംഗത്ത് ഏറെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന, അതേസമയം നമുക്ക് ഡിഗ്രി തലത്തിൽ തന്നെ ബിരുദ തലത്തിൽ തന്നെ ഗവേഷണ സൗകര്യമുള്ള ഇന്ത്യയിലെ ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അവകാശപ്പെടാവുന്ന IISc വിദ്യാർത്ഥിനിയായ മിസ് അമൃത നമ്മുടെ KVP ആസ്പിറൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. Amrita, please interact with our KVP aspirants. We heartily invite you for the same. Adira. Amrita. Miss Amrita. Sorry, മാറിപ്പോയതാണ്. Miss Amrita. അമൃത അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കോഹോസ്റ്റ് അല്ല, അതാണ് പ്രശ്നം. അമൃത 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഇപ്പോ കോസ്റ്റ് ആക്കിയേക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അമൃത ഓഡിബിൾ അല്ല, ഒന്ന് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യും. ശബ്ദം കുറവാണല്ലോ. കേൾക്കാമോ ടീച്ചറെ?
ആ ആ ആ കേൾക്കാം ഓക്കെ. താങ്ക് യു. എന്നെ ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത് ടീച്ചറാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ സംസാരിച്ചോളൂ. ജരാസമന്റെ ടോക്ക് കേൾക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഞാൻ ബേസിക്കലി IISc ഞാൻ അമൃത IISc. ഓഡിയോ ഒന്നും കൂടെ ശബ്ദം ഹലോ കുറച്ചുകൂടി ഉണ്ടാവോ? മാക്സിമം ആണ്. അവിടെ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആയോ? മഴയുണ്ട്, അതാണ് കട്ട് ആവുന്നുണ്ട് ഇത്തിരി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ അമൃത. ഞാനിപ്പോൾ IISc 5th ഇയർ UG സ്റ്റുഡൻ്റ് ആണ്. സോ അവിടേക്കുള്ള അഡ്മിഷൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ധന്യ ടീച്ചറിനും താങ്ക്സ്, പിന്നെ സാറിന് ടോക്ക് കേൾക്കാൻ പറ്റിയതിന് വളരെ താങ്ക് യു ഉണ്ട്. പിന്നെ ഞാൻ 12th കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തതാണ് എൻട്രൻസ് പാലയിൽ ബ്രില്യൻറ്റിൽ. സോ അത്രയും നാൾ ഞാൻ മെഡിക്കലിൽ പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ മെഡിക്കലിൽ പോകുന്നതാണ് വിചാരിച്ചിരുന്നത്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ IISc കുറിച്ച് അറിയുന്നതും. സോ ആക്ച്വലി ഞാൻ ന്യൂസ് പേപ്പർ വഴിയാണ് IISc കുറിച്ച് അറിയുന്നതും. ആൻഡ് അതുവഴിയാണ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് IISc എന്താണ് അവിടുത്തെ കോഴ്സിൻ്റെ സ്ട്രക്ചർ അതൊക്കെ പറഞ്ഞ്. സോ ബേസിക്കലി IISc അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് IISc സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. സോ അതിനുശേഷം എൻട്രൻസിന് JEE, KVPY പിന്നെ നീറ്റ് വഴിയും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. സോ നമ്മൾ എക്സാം എഴുതുമ്പോഴും എല്ലാ തവണയും നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം സെപ്പറേറ്റ് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ റാങ്ക് ഒക്കെ വന്ന ശേഷം അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ സൈറ്റിൽ ഓരോ വർഷവും കട്ട് ഓഫ് വ്യത്യാസം ഉണ്ടാവും. സോ അതിനനുസരിച്ചായിരിക്കും അവരുടെ അഡ്മിഷൻ. ഞാൻ നീറ്റ് വഴിയാണ് കയറിയത്. അവിടെ നീറ്റ് വഴി അധികം അഡ്മിഷൻസ് വരാറില്ല. പക്ഷേ നീറ്റ് വഴിയും അഡ്മിഷൻസ് ഓപ്പൺ, അത് വളരെ കുറച്ച് പേർക്ക് അറിയാറുള്ളൂ. പിന്നെ IISc കുറിച്ച് പറയുമ്പോൾ ജിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഐസറിലൊക്കെ പോലെ തന്നെയാണ് കോഴ്സ് സ്ട്രക്ചർ. പക്ഷേ കോഴ്സിന്റെ പേര് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാം ആണ്. സോ ബേസിക്കലി 4 വർഷത്തെ കോഴ്സാണ്. പക്ഷേ നമുക്ക് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ MS ഡിഗ്രിയും കൂടി അവിടെ കിട്ടും. സോ അത് നിർബന്ധമല്ല. 4 ഇയറിൽ നമുക്ക് വേണമെങ്കിൽ പാസ് ഔട്ട് ആവാം, അല്ലെങ്കിൽ ഒരു വർഷം കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് MS ഡിഗ്രിയും കൂടി കിട്ടുന്നതായിരിക്കും. സോ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഐസറിനെക്കാളും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. സോ അവിടെ ഫസ്റ്റ് 1.5 വർഷം, ദാറ്റ് മീൻസ് 3 സെമ്മ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഹ്യൂമാനിറ്റീസ്, എഞ്ചിനീയറിംഗ്. സോ ഇത്രയും കോഴ്സാണ് കമ്പൽസറി ആയിട്ടുള്ളത്. സോ ഈ കോഴ്സ് എല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യുക. അതിനുശേഷം ദാറ്റ് മീൻസ് 1.5 വർഷത്തിന് ശേഷം നമ്മൾ മേജർ എടുക്കാം. സോ മേജർ എടുക്കാവുന്നത് ഇത്തിരി വ്യത്യാസമുള്ളത് എഞ്ചിനീയറിംഗിൽ ഇവിടെ ഇപ്പം മെറ്റീരിയൽസും എർത്ത് സയൻസും വരും. അതോടൊപ്പം ടോട്ടൽ അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽസും എർത്ത് സയൻസും, ഇത്രയും മേജേഴ്സിന് ഓപ്ഷനാണ് ഉള്ളത്. സോ IISc കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അവിടുത്തെ എല്ലാ കോഴ്സും കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് ആണ്. സോ എല്ലാത്തിനും ലാബ് വർക്കും ഉണ്ടാവും, എക്സ്പെരിമെന്റ്സും ഉണ്ടാവും. പിന്നെ അവർ നമ്മളെ പുറത്ത് കൊണ്ടുപോവുകയും നേച്ചറുമായിട്ട് നേച്ചറിൽ നമുക്ക് ബയോളജിക്കൊക്കെ മോസ്റ്റ്ലി എക്സ്പെരിമെന്റ്സ് നമ്മൾ നടത്താൻ കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ അവിടെ ആൻസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻസിനെയൊക്കെ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. ലിറ്ററലി നമ്മൾ ഓരോ സ്പീഷീസിനെയും എടുത്തൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. സോ ഞാൻ ബേസിക്കലി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ബയോളജിയിലായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ എർത്ത് സയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് വരികയും ഞാൻ എർത്ത് സയൻസ് മേജർ എടുക്കുകയാണ് ചെയ്തത്. സോ 1.5 വർഷത്തിന് ശേഷം 4th സെമ്മിൽ എർത്ത് സയൻസ് എടുത്തു. ഇപ്പം ഞാൻ എർത്ത് സയൻസ് മേജറാണ്. ഞാൻ 5th ഇയർ ആയി. അപ്പം ലാസ്റ്റ് ഈ കഴിഞ്ഞ ജൂലൈയിൽ 4th ഇയറിലും ഒരു പ്രോജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സോ 4th ഇയറിൽ നമുക്ക് ഒന്നിൽ പാസ് ഔട്ട് ആവും, അല്ലെങ്കിൽ MS കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 4th ഇയറിൽ നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ 4th ഇയറിലെ പ്രോജക്റ്റ് നമ്മൾ എടുത്ത മേജറിലായിരിക്കണം. മേജർ മാത്രമല്ല, നമ്മൾ മേജർ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റിൽ നമുക്ക് മൈനറും എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ ഏതെങ്കിലും മേജറിലല്ലേ മൈനറിൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് 4th ഇയറിലെ എൻഡിൽ. സോ അതിനുശേഷം ഒന്നിലെ നമുക്ക് പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് PhDക്ക് പോവാം, അല്ലെങ്കിൽ MS കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ MS അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാറാണ്. 5th ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ ഈ MS പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെയും നമ്മളൊരു 12 ക്രെഡിറ്റ് കോഴ്സുകൾ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കോഴ്സസ് ചെയ്യണം. അതോടൊപ്പം തന്നെ MS ഒരു പ്രോജക്റ്റ് കൂടി ചെയ്യേണ്ടതുണ്ട്. അതും മേജറിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതും സബ്മിറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഡിഗ്രി കിട്ടുക. സോ നമുക്ക് 4th ഇയറിൽ ഇറങ്ങുവാണെങ്കിൽ BS ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ബട്ട് 5th ഇയറിന് പാസ് ഔട്ട് ആവുകയാണെങ്കിൽ BSഉം MS ചേർന്ന ഡിഗ്രിയാണ് നമുക്ക് IISc കിട്ടുക. സോ ഇതാണ് നമ്മുടെ IISc കോഴ്സ് സ്ട്രക്ചർ. IISc കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ബേസിക്കലി എല്ലാതും ലാബ് ഓറിയന്റഡ് ആണ്, കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ
നമുക്കത് കൂടുതൽ അറിഞ്ഞ് പഠിക്കാൻ പറ്റുന്നതാണ്. ലൈക്ക് നോട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആയിരിക്കില്ല ഒരിക്കലും. നമ്മുടെ പ്രൊഫസേഴ്സും വളരെയധികം നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ നമ്മളിപ്പം ഓരോ ക്വസ്റ്റ്യൻസ് തരും, അത് നമുക്ക് ലിറ്ററലി ലാബിൽ പോയി ചെയ്ത് നോക്കേണ്ടി വരും, ലൈക്ക് പ്രൂവ് ചെയ്യേണ്ടതും എല്ലാതുമാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ഇവിടുത്തെ ലൈക്ക് ബാക്കി കോളേജിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാതും ലാബിൽ ചെയ്ത് പഠിക്കുകയാണ് അവിടെ മോസ്റ്റ്ലി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ലൈക്ക് ആപ്ലിക്കേഷൻസും എല്ലാ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ ലൈക്ക് അറിയാൻ സാധിക്കും, അതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് സാധിക്കും. സോ നിങ്ങളെല്ലാവരും KVPY വഴി ലൈക്ക് KVPY ആസ്പിരൻസ് ആണെന്നറിയാം. സോ അതുകൊണ്ട് തന്നെ IISc-യിലേക്കുള്ള അഡ്മിഷൻസ് എന്ന് ലൈക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ ലാബും എല്ലാത്തിനും ഒരു എക്സ്പോഷർ കിട്ടുന്ന നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും എപ്പോഴും IISc. സോ ഇതൊക്കെയാണ് IISc-നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ അമൃത, താങ്ക് യു. എന്തായാലും ലൈനിൽ തുടരണം. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യണേ. ഓക്കെ ടീച്ചറെ. സാർ നമ്മൾ ഈ അടുത്ത സെനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താ സെനിനെ ഇൻവൈറ്റ് ചെയ്യാണോ അതോ? അതെ സെനിനെ വിളിക്കൂ, സെനി സംസാരിക്കാം. ഓക്കെ. നമ്മൾ ഇതുവരെ സംസാരിച്ച ആളുകളെല്ലാം ഐസറിലെ പഠനം പൂർത്തിയാക്കിയവര്, ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, IAS-ൽ പഠിച്ചു. ഇപ്പൊ നമ്മളെ മിസ് അമൃത മുമ്പ് സംസാരിച്ചു, 5th ഇയർ MS ചെയ്തുകൊണ്ടിരിക്കുന്നു IISc ബാംഗ്ലൂരിൽ. നമുക്ക് വ്യത്യസ്തമായ ഒരു അതിഥിയാണ് അടുത്തതായി കുട്ടികളുമായിട്ട് സംവദിക്കാൻ എത്തുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിമാനം കൂടി ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കുകയാണ്. എൻ്റെ സ്കൂളായ സുബ്ബുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 2ാം വർഷം പഠനം ജസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം ഈ വർഷം തന്നെ KVPY പരീക്ഷയിലൂടെ ഓർക്കുക, കേരളത്തിൽ ഈ വർഷം KVPY സ്കോളേഴ്സ് 56 പേരാണ്. മലപ്പുറം ജില്ലയിൽ 2 പേരാണ്. അതിലെ ഒരു കുട്ടിയാണ് ശ്രീ സെനിൻ അഹമ്മദ്. സെനിൻ അഹമ്മദ് ഇപ്പോൾ നീറ്റ് പരീക്ഷയിലും നല്ല സ്കോർ പ്രതീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. IISc ബാംഗ്ലൂരിൽ ഇപ്പോൾ BS-ന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. വളരെ അഭിമാനത്തോടു കൂടി ഈ സദസ്സിന്റെ ഈ വേദിയിലേക്ക് സെനിൻ അഹമ്മദിനെ മലപ്പുറം CGSE-ക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സെനിൻ. ഹലോ സർ, ഗുഡ് ഈവനിങ്. വീഡിയോ കമ്പൾസറി ആണോ അതോ? കാണട്ടെ, സെനിനെ കാണട്ടെ, എന്നിട്ട് വീഡിയോ ഓഫ് ചെയ്തോളൂ. ഹലോ സർ. സെനി സംസാരിച്ചോളൂ. വീഡിയോ ഞാൻ ഓഫ് ആക്കിക്കോട്ടെ, ഇത് ഇഷ്യൂ വരും. ആ, അല്ലെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്തോളാം. ഗുഡ് ഈവനിങ് ടു ഓൾ. ആദ്യമായി എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്ന മലപ്പുറം കരിയർ ഗൈഡൻസ് സെല്ലിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. കരിയർ ഗൈഡൻസ് സെല്ല് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം KVPY-യിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ വർഷവും നീറ്റിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കരിയർ ഗൈഡൻസ് സെല്ല് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. വളരെ നല്ല ടീച്ചേഴ്സിനെ വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന തരത്തിലായിരുന്നു ആ ക്ലാസ്സുകളെല്ലാം നടന്നിരുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാൽ ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന അനിൽകുമാർ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പരിപാടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഈ പരിപാടി ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. കാരണം ഞാനും ഇത്തരം പരിപാടികൾ പങ്കെടുത്തതിന് ശേഷം +2 +1 സാധാരണ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ചിട്ട് ആണ് ഈ ഒരു KVPY-യും ശേഷം IISc-യിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതിനാൽ കരിയർ ഗൈഡൻസിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എൻ്റെ ഈ ഒരു യാത്രയിൽ സഹായിച്ചതിൽ. ഇനി എല്ലാവരും ഇപ്പോൾ IISc-യെ പറ്റി പറഞ്ഞു, ഐസറിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും KVPY എക്സാം എഴുതാൻ പോകുന്നവരാണ്. അധികം സമയമില്ല എങ്കിൽ പോലും ഞാൻ KVPY എന്താണ്, അതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത് ഏതായിരിക്കും നല്ലത്? നിങ്ങൾക്ക് എല്ലാം ബേസിക് ആയിട്ട് KVPY-നെ പറ്റി അറിയുന്നവരാണോ? എങ്ങനെയാ? പറഞ്ഞോളൂ, KVPY-യെ കുറിച്ച് പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് ഞാൻ ഏതായാലും KVPY-നെ പറ്റി അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ എക്സാം സ്ട്രക്ചർ എന്താണെന്ന് പറയാം. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സെഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വിവരിച്ചു തരാം. ആദ്യമായിട്ട് KVPY എന്നത് KVPY എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ശാസ്ത്ര ഗവേഷണ മേഖലയിൽ തൽപരരായ വിദ്യാർത്ഥികളെ കണ്ടെത്താനായിട്ട് എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു എക്സാം ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് എക്സാം ആണെന്ന് പറയാം. കാരണം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിനൊപ്പം ഇപ്പൊ ജിതിൻ ചേട്ടൻ പറഞ്ഞു, നമുക്ക്
പഠിക്കുന്ന സമയത്ത് തന്നെ മാസം 5000 മാസം 7000 അതുപോലെ മറ്റൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്ന് പറയുന്നു. ജിതിൻ ചേട്ടൻ പറഞ്ഞത് ഇൻസ്പയർ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ്. KVPY എന്ന് പറയുന്നത് ഇൻസ്പയർ എന്ന് പറയുമ്പോൾ ഒരു എക്സാം എഴുതി ഡയറക്റ്റ് എക്സാം എഴുതി കിട്ടുന്ന സ്കോളർഷിപ്പ് അല്ല. അതോടെ നമുക്ക് മറ്റ് നീറ്റ് അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ ബോർഡ് എക്സാമിൽ ടോപ്പ് 1% അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന പ്രത്യേക സ്കോളർഷിപ്പാണ്. KVPY എന്നത് നമ്മൾ എക്സാം എഴുതി എടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതോടൊപ്പം അതൊരു എൻട്രൻസ് എക്സാമിനേഷൻ കൂടിയാണ്. നമ്മൾ ടോപ്പ് റാങ്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും അല്ലെങ്കിൽ KVPY ക്വാളിഫൈ ചെയ്തുവെങ്കിൽ മറ്റുള്ള 7 ഐസറുകളിലും നമുക്ക് അഡ്മിഷൻ ഗ്യാരണ്ടി തരുന്ന ഒരു എക്സാം ആണ് KVPY. എല്ലാവരും അതിനായിട്ട് താല്പര്യത്തിൽ ഈ ഒരു പരിപാടിയിൽ ചേർന്നാന്നറിയാം. അപ്പോൾ ആദ്യം KVPYയുടെ ബെനിഫിറ്റ്സ് പറയാം. KVPY നമ്മൾ ക്വാളിഫൈ ആണെന്നുണ്ടെങ്കിൽ 3 സ്ട്രീമാണുള്ളത്. +1 കുട്ടികൾക്ക് SA, +2 കുട്ടികൾക്ക് SX, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സയൻസ് ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അത് KVPY SB എന്ന് പറയുന്ന ഒരു സ്ട്രീമാണ്. അപ്പൊ ഞാൻ KVPY SX-ലാണ് ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. KVPയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്കോളർഷിപ്പ് തന്നെയാണ്, ഫെലോഷിപ്പാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ മാസവും 5000 രൂപ വീതവും ആദ്യത്തെ 3 വർഷം അതിന് ആനുവൽ കണ്ടിജൻസി ഗ്രാൻഡായി വർഷം തോറും 20000 രൂപയും. കണ്ടിജൻസി ഗ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് സമ്മർ ഇന്റേൺഷിപ്പോ സമ്മർ പ്രൊജക്റ്റോ ചെയ്യാവുന്നതാണ്. അത് കമ്പൾസറി ആണ്, നമുക്ക് ഓപ്ഷണൽ അല്ല, മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതിനായിട്ട് തരുന്ന ഒരു എമൗണ്ട് ആണ് 20,000 എന്ന് പറയുന്നത്. നമ്മൾ PGക്ക് പഠിക്കുന്ന സമയത്ത് ഫെലോഷിപ്പ് ഇൻക്രീസ് ചെയ്യും. ഓരോ മാസവും 7000 രൂപ വെച്ച് കിട്ടും. ആനുവൽ കണ്ടിജൻസി ഗ്രാൻഡ് ആയിട്ട് 28,000 രൂപ കിട്ടും. ഈ സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇന്ത്യയിലെ ഏതൊരു സ്ഥാപനത്തിലും ഈവൻ IAC ചെയ്യാം, അല്ലെങ്കിൽ TAFR, ടാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഈവൻ ISRO പോലും ചെയ്യാം. നമുക്ക് ഔട്ട്സൈഡ് വിദേശത്ത് പോയി നമുക്ക് സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. KVPയുടെ ഭാഗമായിട്ട് DAD പോലുള്ള ഫെലോഷിപ്പ് ഒക്കെ ഒരുപാട് ഫെലോഷിപ്സ് അവൈലബിൾ ആണ് നമുക്ക് വിദേശത്ത് പോയി ചെയ്യാൻ. അങ്ങനെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസർച്ചിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആക്കാനുള്ള എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ് KVPY അല്ലെങ്കിൽ ഫെലോഷിപ്പ് ആണ് KVPY എന്ന് പറയാം. അതിന് പുറമെ അഡ്മിഷൻ ആണ് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് IISc-ലോ ഐസറിലോ അഡ്മിഷൻ ഗ്യാരണ്ടി തരും. അതുപോലെ നമുക്ക് വിജിയോഷി ക്യാമ്പ് എന്ന് പറയുന്ന ക്യാമ്പ് എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷം കൊറോണ പ്രമാണിച്ചിട്ട് ഉണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ എല്ലാ വർഷവും IISc-ലും അല്ലെങ്കിൽ നോർത്തിലാണെങ്കിൽ ഐസർ കൊൽക്കത്തയിലോ ഐസർ ഭോപ്പാലിലോ ഒക്കെ നടക്കുന്ന ഒരു വിജിയോഷി ക്യാമ്പ് എന്ന് പറയുന്ന വേൾഡിലെ തന്നെ ലീഡിംഗ് സയന്റിസ്റ്റുകൾ വന്ന് നമുക്ക് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാമ്പാണ്. അതിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും KVPY ഫെല്ലോ ആണെന്നെങ്കിൽ. പിന്നെ അതുപോലെ നമുക്ക് KVPY ID കാർഡ് വെച്ചിട്ട് ഇന്ത്യയിലെ ഏതൊരു റിസർച്ച് ലബോറട്ടറിയിലേക്കോ അല്ലെങ്കിൽ ലൈബ്രറിയിലേക്കോ എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ KVPY ഫെല്ലോ ആയാൽ. പിന്നെ ഈ ഒരു ടാഗ് KVPY ടാഗ് എന്ന വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടാഗ് ആണ്. നമ്മളൊരു KVPY ഫെല്ലോ ആണെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. പൊതുവെ ഈ ഒരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ വലിയൊരു സ്ഥാനമാണ് KVPY ക്വാളിഫൈ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുക. അത് മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇത്രയും അഡ്വാൻറ്റേജസ് നിറഞ്ഞ ഒരു എക്സാം എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടഫ്നെസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ പലരും ഇത് കെയർ ചെയ്യാതെ പ്യുവർ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പൊ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള അവസരങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമുകൾ തിരിച്ചറിഞ്ഞിട്ട് കരിയർ ഗൈഡൻസ് സെല്ല് അതിന് വളരെ നന്ദി പറയുകയാണ്. കാരണം ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്ക് അത് മാത്രമല്ല മറ്റൊരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന് നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെ അത് തന്നെയാണ്. മലപ്പുറം ജില്ല മുന്നിട്ട് ഇറങ്ങിയതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സും ഞാൻ നന്ദിയും ആശംസയും അറിയിക്കുകയാണ്. ഇത്തരത്തിൽ പ്രോഗ്രാമിലൂടെ ഒരുപാട് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോകാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുക കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ KVPY എക്സാമിൻ സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 3 തവണ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എഴുതാൻ കഴിയില്ല, പക്ഷെ നമ്മൾ +1-ലാവുമ്പോൾ എഴുതാം, +2-ലാവുമ്പോൾ എഴുതാം. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ട് നമുക്ക് KVPY എഴുതാം. +1-ൽ എഴുതുമ്പോൾ SA, +2-ൽ എഴുതുമ്പോൾ SX, ഫസ്റ്റ് ഇയറിൽ എഴുതുമ്പോൾ SB എന്നാണ് പറയാറ്. പൊതുവെ എക്സാമിന് 2 പാർട്ട് ഉണ്ട്. അതിൽ ഈ വർഷം ചെറിയൊരു ഡിഫറൻസ് വന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. എല്ലാ വർഷവും നവംബർ 1 ഞായറാഴ്ച നടത്തുന്ന എക്സാം ഈ വർഷം കോവിഡ് പ്രമാണിച്ച് ജനുവരി 31 മാറ്റിയിട്ടുണ്ട്. മറ്റൊരു കാരണം കൂടിയുണ്ട്. എല്ലാ വർഷവും 2 സ്റ്റേജ് ആയിട്ട് നടത്തിയിരുന്ന KVPY ആയിരുന്നു. ആദ്യത്തെ സ്റ്റേജ് ഒരു എക്സാം ആണ്, രണ്ടാമത്തെ സ്റ്റേജ് ഒരു ഇന്റർവ്യൂ ആണ്. ഈ വർഷം കോവിഡ് പ്രമാണിച്ച് ഇന്റർവ്യൂ ഇല്ല. ശരിക്കും ഇന്റർവ്യൂ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ലീഡിംഗ് സയന്റിസ്റ്റുകളായിട്ട് ലീഡിംഗ് പ്രൊഫസേഴ്സ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിവേ നമുക്ക്
ഈ വർഷം കോവിഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അവർ ഇന്റർവ്യൂ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്യുവർ നമ്മുടെ എക്സാമിനെ വെച്ച് മാത്രമായിരിക്കും ഇതിന്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക. നോർമലി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 lakh സ്റ്റുഡന്റോളം ഈ എല്ലാ സ്ട്രീമിലായിട്ട് എഴുതുന്നുണ്ട്. അതിൽ നോർമലി SA സ്ട്രീമിൽ ഒരു 900 കുട്ടികളെയും SX സ്ട്രീമിൽ ഒരു 1500 കുട്ടികളെയും SB സ്ട്രീമിൽ ഒരു 100-110 കുട്ടികളെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇന്റർവ്യൂവിന് ശേഷം തയ്യാറാക്കാനായിട്ട് എടുക്കുക. അതിനു മുമ്പ് ഇന്റർവ്യൂയിലേക്ക് വേറെ ലിസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഡയറക്റ്റ് എക്സാം നിങ്ങളുടെ സെലക്ഷൻ ആയിരിക്കും. അപ്പം 2 ലക്ഷത്തിൽ നിന്ന് 1500 2 ലക്ഷത്തിൽ നിന്ന് 900 ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ടഫർ ടാസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നമ്മൾ ഒപ്പം മത്സരിക്കാനുള്ളത് ഇന്ത്യയിലെ ലീഡിംഗ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6ാം ക്ലാസ് മുതലോ 7ാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിനായിട്ട് ഇന്റൻസ് കോച്ചിങ് എടുക്കുന്ന കുട്ടികൾ, ഈവൻ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും അങ്ങനത്തെ കുട്ടികളുണ്ട്. അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് ഈ വളരെ ചെറിയ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ ഒരിക്കലും ഇതൊരു കളിയായിട്ട് എടുത്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ഫുൾ പരിശ്രമം ഇതിൽ കൊടുത്താൽ തന്നെ നമുക്ക് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിനെ വെറുതെ നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ പ്രിപ്പയർ ചെയ്ത് കളയാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇതിനായിട്ട് നമുക്ക് റിസർച്ചാണ് താല്പര്യമെങ്കിൽ നമുക്ക് നീറ്റിനേക്കാളും ജെഇയേക്കാളും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് തരുന്ന ഒരു എക്സാം KVPY തന്നെയാണ്. നമുക്ക് ഫീൽഡ് അതാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഡെഡിക്കേഷൻ ഇതിനായിട്ട് കൊടുക്കാം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറയാം. അപ്പോൾ ഓരോ KVPY എക്സാമിനും SA-ലാണെന്നുണ്ടെങ്കിൽ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. SX-നും SBക്ക് ഒറ്റ എക്സാം ആണ്. ആകെ 2 എക്സാമേ ഉള്ളൂ. പക്ഷെ ഒരു സ്ട്രീം സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ഇടും എന്നേ ഉള്ളൂ. ഇപ്പൊ SA-ൽ പാർട്ട് 1 പാർട്ട് 2, SX-ൽ പാർട്ട് 1 പാർട്ട് 2 ഇങ്ങനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എക്സാമിന്. ഒറ്റ എക്സാം ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. പക്ഷേ അതിൽ 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ കാണാം. പാർട്ട് 1-ൽ 4 സബ്ജക്റ്റുകൾ ഉണ്ട്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈവൻ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ പോലും SA +1-ൽ എഴുതുമ്പോൾ 4 സബ്ജക്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പാർട്ട് 2-ലും 4 സബ്ജക്ട് ഉണ്ട്. അപ്പം പാർട്ട് 1 പറയുകയാണെന്നുണ്ടെങ്കിൽ SA-ക്കാർക്കും SX-ക്കാർക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഓപ്ഷൻ അവൈലബിലിറ്റി ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ SA-ന്റെ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് 1-ൽ 4 സബ്ജക്ട്, ഓരോ സബ്ജക്റ്റിലും 10 ക്വസ്റ്റ്യൻ വീതം ഫുൾ അറ്റൻഡ് ചെയ്യണം. പാർട്ട് 2-ൽ 4 സബ്ജക്ട്, ഓരോ സബ്ജക്റ്റിനും 5 ക്വസ്റ്റ്യൻ വീതം നമ്മൾ ഫുൾ അറ്റൻഡ് ചെയ്യണം. എല്ലാ സബ്ജക്റ്റും അറ്റൻഡ് ചെയ്യൽ നിർബന്ധമാണ്. അതിൽ പാർട്ട് 1-ൽ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതം കിട്ടും. പാർട്ട് 2-ൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം കിട്ടും. നെഗറ്റീവും ഇതുപോലെ വേരിയേഷൻ ഉണ്ട്. ആദ്യത്തേൽ പാർട്ട് 1-ൽ 0.25 ആണ് നെഗറ്റീവ് വരുന്നെങ്കിൽ പാർട്ട് 2-ൽ നെഗറ്റീവ് വരുന്നത് 0.5 ആണ്. ഇതിനെ പറ്റിയൊന്നും ബോധറാവണ്ട, കാരണം നമ്മൾ പഠിച്ച് ഗ്രാജുവൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഒക്കെ മനസ്സിലായിക്കോളും. പക്ഷെ നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ KVPY-യുടെ ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് എന്നുള്ള വിവരം മാത്രമേ വിശ്വസിക്കാവൂ. അതവർ പ്രത്യേകം പറയുന്നുണ്ട്. അതിലേക്ക് കയറിയൊക്കെ ഈ സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് കിട്ടും. SX ആണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന ഒരു സ്ട്രീം എന്ന് പറയും. കാരണം അവിടെ ഒരു ഓപ്ഷൻ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാർട്ട് 1-ൽ ഇതേപോലെ 4 സബ്ജക്റ്റുകൾ ഉണ്ട്. പാർട്ട് 2-ൽ 4 സബ്ജക്റ്റുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് പാർട്ട് 1-ൽ ഏതെങ്കിലും 3 സബ്ജക്ട് എടുത്താൽ മതി എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് മാത്സ് ഇഷ്ടമല്ലെങ്കിൽ മാത്സ് അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഒഴിവാക്കാം. ബയോളജി ഇഷ്ടമല്ലെങ്കിൽ ബയോളജി ചെയ്യേണ്ട. ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ഒഴിവാക്കാം പാർട്ട് 1-ൽ ഒരു സബ്ജക്റ്റിന്. പാർട്ട് 2-ൽ ഇതേപോലെ 4 സബ്ജക്റ്റിൽ ഇഷ്ടമുള്ള 2 എണ്ണം എടുത്താൽ മതി. നമുക്ക് ഇഷ്ടമല്ലാത്ത 2 സബ്ജക്ട് അറ്റൻഡ് ചെയ്യാതെ ഒഴിവാക്കാം. ഫുൾ അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2A പാർട്ട് 2-ൽ എടുക്കുള്ളൂ. അപ്പോൾ പാർട്ട് 1-ൽ 10 ക്വസ്റ്റ്യൻ അല്ല 20 ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ പാർട്ട് 2-ൽ 10 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെയായാലും അവസാനം സ്കോർ വരുമ്പോൾ 100-ലേക്കാണ് വരിക. എപ്പോഴും പാർട്ട് 1-ൽ 1 മാർക്ക്, പാർട്ട് 2-ൽ ശരി ഉത്തരത്തിന് 2 മാർക്ക്, നെഗറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോ ഞാൻ SA-ൽ ഈ എക്സാം എനിക്ക് നവംബറിൽ എക്സാം നടക്കുന്നതുകൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇതുപോലെ സാധാ SSLC കഴിഞ്ഞിട്ട് നവംബർ ആകുമ്പോൾ ഒരിക്കലും നമുക്ക് സിലബസ് തീരില്ലല്ലോ. ഈവൻ SX ആണെങ്കിലും തീരില്ല. പക്ഷെ SA നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയമായതുകൊണ്ട് ഞാൻ SA സ്കിപ്പ് ചെയ്തു, സിലബസ് തീർക്കാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷെ SX നമുക്ക് ഓപ്ഷൻ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 സബ്ജക്ട് പഠിച്ചാൽ മതി. മേജറായിട്ട് പഠിക്കുക, പാർട്ട് 1-ൽ അറ്റൻഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുക. അതായത് നമുക്ക് ഓപ്ഷൻ അവൈലബിലിറ്റി ഉണ്ട് +2-ലും. അപ്പൊ ഞാൻ ആ അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഞാൻ തന്നെ സിലബസ് പഠിച്ചു തീർത്തു നവംബറിന് മുമ്പ്. അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഒരുപാട് സഹായങ്ങൾ പലരും ചെയ്തു തന്നിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ സ്മരിക്കുകയാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പോ ഈ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇപ്പൊ SX എഴുതുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. എല്ലാവരും +2 അല്ലേ സർ? അതെ 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 എല്ലാവരും +2 ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മൾ +1-ൽ എഴുതുമ്പോൾ ചിലപ്പോൾ ബയോളജി അറ്റൻഡ് ചെയ്യൽ മസ്റ്റ് ആകുമ്പോൾ അവർക്ക് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ +2 ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിലിറ്റി ഉണ്ട്. അത് തിരിച്ചറിയണം. എക്സാമിന് പോയിട്ട് അപ്പം തോന്നുന്ന 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്ത് കളയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് KVPY ക്രാക്ക് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻഡ് ആവാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ പോകരുത്. നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ പാർട്ട് 1-ൽ
ഈ 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്യും. പാർട്ട് 2 ഈ 2 മേജർ ആയിട്ട് നോക്കുന്നത്, അത് അറ്റൻഡ് ചെയ്യും. ഈവൻ അത് ടഫ് ആയാലും അറ്റൻഡ് ചെയ്യണം. നമുക്ക് പറയാം, ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏത് സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പോയി അനലൈസ് ചെയ്താൽ ഒരിക്കലും വളരെ ടൈം കുറഞ്ഞ ഒരു എക്സാം ആണ്. പ്രത്യേകിച്ചും മാത്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ടൈം ഒരിക്കലും തികയാറില്ല KVPY ഒക്കെ എഴുതും. പ്രത്യേകിച്ചും ചില വർഷങ്ങളിലൊക്കെ KVPY JEE അഡ്വാൻസിനേക്കാൾ മുകളിലേക്ക് പോകാറുണ്ട് മാത്സിന്റെ ലെവലൊക്കെ, ഫിസിക്സും ചിലപ്പോൾ. പക്ഷെ പൊതുവെ കെമിസ്ട്രിയും ബയോളജിയും നമുക്ക് അറ്റൻഡബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിട്ടാണ് എല്ലാവരും പറയാറ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കെമിസ്ട്രി ആൻഡ് ബയോളജി ടോപ്പിക് എടുത്തിട്ടായിരുന്നു ഞാൻ KVPY മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത്. അങ്ങനെ പറയുമ്പോൾ പാർട്ട് 1 കെമിസ്ട്രി ബയോളജി ഫിസിക്സ് എടുത്തു, മാത്സിന് ഒഴിവാക്കി. പാർട്ട് 2 കെമിസ്ട്രി ആൻഡ് ബയോളജി അറ്റൻഡ് ചെയ്തു. നമുക്ക് ഇത് ശരിക്കും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് സെലക്ട് ചെയ്താൽ ഞാനത് എടുത്തു നേരിച്ച് ബാക്കിയുള്ളവർ അത് എടുക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് അനലൈസ് നോക്കുന്നു. അപ്പൊ എനിക്ക് ഏത് അറ്റൻഡ് ചെയ്താലാണ് ഈ ഒരു സ്കോർ കിട്ടുക. സ്കോറിനെ പറ്റി പറഞ്ഞപ്പോൾ കട്ട് ഓഫ് എത്രയാണ് വരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. അപ്പൊ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം വരെ ഏറ്റവും സേഫസ്റ്റ് കട്ട് ഓഫ് ഇൻ SX, ഇനി SA പറയുന്നില്ല കാരണം ആരും SA ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ SXൽ ഏറ്റവും സേഫസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് പറയാറുള്ളത് 100ൽ 60 മാർക്ക് വാങ്ങണം എന്നുള്ളതാണ്. അത് ശരിക്കും വലിയൊരു ടാസ്ക് ഒന്നല്ല, പക്ഷെ അത്യാവശ്യം പഠിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു ടാസ്ക് ആണ് 60 എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ചും മാത്സ് ഫിസിക്സ് ഒക്കെ എടുത്ത് പോകുന്നവർക്ക് കുറച്ച് ടഫായിട്ട് പറയാറുണ്ട്. കാരണം ബയോളജി എന്ന് പറയുമ്പോൾ വളരെ ടൈം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംഭവം. എങ്കിൽ പോലും നീറ്റ് ബയോളജി ആണെന്ന് വിചാരിക്കരുത്, കുറച്ച് ഹയർ ബയോളജിയാണ്, കുറച്ച് അനലിറ്റിക്കൽ മാത്തമാറ്റിക്കൽ ബയോളജി ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ പോലും മാത്സിനേക്കാൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ 60 മാർക്ക് വാങ്ങുക എന്നുള്ളത് നമ്മളുടെ സബ്ജക്ട് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ ഏറ്റവും നല്ല സബ്ജക്ട്, നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള സബ്ജക്ട് ആണ് ചൂസ് ചെയ്തെങ്കിൽ നമുക്ക് ഈ 60 മാർക്ക് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഈ വർഷം 60 പോരാ, അതാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇന്റർവ്യൂ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്, എക്സാമിന്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അത് നവംബറിന് ജനുവരി 31 ഷിഫ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ പല കുട്ടികൾക്കും വരുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അവർക്ക് സിലബസ് തീർക്കാൻ കഴിയാത്തൊരു ഇഷ്യൂ വരാറുണ്ടായിരുന്നു നവംബറിൽ. അപ്പൊ സിലബസ് തീർക്കുന്ന കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഈ വർഷം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആർക്കും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനുവരി 31 ആകുമ്പോഴേക്കും ഒരുവിധം എല്ലാ കുട്ടികളും അവരുടെ സിലബസ് തീർത്തിരിക്കും. അപ്പൊ ആ അഡ്വാൻറ്റേജ്, സിലബസ് പഠിച്ചു എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് ഈ വർഷം കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ ഇന്റർവ്യൂ ഇല്ല. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് സെലക്ഷൻ വരുമ്പോൾ കട്ട് ഓഫ് ഒബ്വിയസ്ലി കൂടും. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ നിങ്ങൾക്ക് ഒരു 70 എയിം ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ 70-75 കിട്ടിയാൽ മാത്രമേ ഒരു സേഫ് കട്ട് ഓഫ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ സേഫ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 1500 പേര് എടുക്കുകയാണെങ്കിൽ അവസാനത്തെ 1500ാമത്തെ ആൾ വാങ്ങുന്ന മാർക്കാണ് പറയുന്നത്. നമുക്ക് അതിന്റെ മുകളിൽ എത്രയും വാങ്ങാം. ഇനി അത്രയും മാർക്കെങ്കിലും നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം. കഴിഞ്ഞ വർഷം കട്ട് ഓഫ് വന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 59 കട്ട് ഓഫ് വന്നത്. വൺ ഓഫ് ദ ഹയസ്റ്റ് കട്ട് ഓഫ് ആയിരുന്നു. ചില വർഷങ്ങൾ 53 വരെ താന്നിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ, ഇന്റർവ്യൂ ചിലവർക്ക് ഡിപ്പെൻസ് ആണ്, ചിലവർ ഇന്റർവ്യൂ അത്ര നന്നായിക്കോണമെന്നില്ല. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ കട്ട് ഓഫ് 55% താഴ്ന്നു. അപ്പോൾ ഇന്റർവ്യൂ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഒറ്റയടിക്ക് ഇതാക്കും. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ കൂടുന്നു, കൂടുതൽ പഠിക്കാൻ സമയം കിട്ടുന്നു, ഇന്റർവ്യൂ ഇല്ല. അപ്പൊ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ നമുക്ക് പോയി. എന്താ വെച്ചാൽ ബാക്കിയുള്ള കുട്ടികൾ നന്നായിട്ട് ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഒരിക്കലും മറക്കരുത്. അപ്പൊ നമ്മൾ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. നമ്മൾ ഏത് സബ്ജക്ട് അറ്റൻഡ് ചെയ്യും, നമ്മൾ ഏത് സബ്ജക്ട് അഡ്വാൻസ് ആയിട്ട് പഠിച്ചു തീർത്ത് ഈ KVPYയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യും. കാരണം KVPYയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതിന് ക്രാക്ക് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്. പലരും ഗൈഡൊക്കെ ചോദിക്കാറുണ്ട്. ഗൈഡ് എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ള ഗൈഡ് മാത്രമാണ് ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ളൂ. അല്ല ഒറ്റയടിക്ക് ഇപ്പോൾ പലർക്കും ഒരു വിചാരമുണ്ട്, ഇപ്പൊ USS LSS എക്സാം ഒക്കെ എഴുതുന്ന പോലെ ഒരു ഗൈഡ് വാങ്ങി എടുത്ത് പഠിച്ചു കളഞ്ഞാൽ KVPY കിട്ടുമെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും അത് ശരിയല്ല. നമ്മൾ ഫുൾ സബ്ജക്റ്റിൽ എത്രമാത്രം ഡെപ്ത് നോളജ് ഉണ്ട് എന്നാണ് IISc നടത്തുന്ന IISc ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 സബ്ജക്ട് പഠിച്ചാൽ തന്നെ, ഞാൻ പറഞ്ഞു പാർട്ട് 1ലും പാർട്ട് 2ലും ഓപ്ഷൻ എലിമിനേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് 2 സബ്ജക്ട് പഠിച്ചാൽ തന്നെ ഈ ഒരു കട്ട് ഓഫ് മീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 സബ്ജക്റ്റ് എങ്കിലും ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കുക. അതിന് എല്ലാ ടോപ്പിക്കും പഠിക്കേണ്ട. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന 2 ടോപ്പിക്കിൽ സമയം ഒരുപാട് ഇല്ല സർ, പറഞ്ഞോളൂ കുഴപ്പമില്ല. നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന 2 ടോപ്പിക്ക് തീരുമാനിക്കും. അപ്പം ഞാൻ വിചാരിച്ചത് ബയോളജി ആൻഡ് കെമിസ്ട്രി. ആദ്യത്തെ പടി ഫുൾ സിലബസ് അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാണ്. ഫുൾ സിലബസ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല ഡെപ്തിൽ തന്നെ പഠിക്കണം. പക്ഷെ ചില ടോപ്പിക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ ചില ടോപ്പിക്കുന്ന ക്വസ്റ്റ്യൻ തീരെ കാണുന്നില്ല. ചില ടോപ്പിക്കുന്ന അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് നല്ല കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇപ്പം ബയോളജിയുടെ കേസിലൊക്കെ ഞാൻ ബയോളജി പറയാൻ കാരണം ഞാൻ ബയോളജി എടുത്തോണ്ടാണ്. മാത്സിലും ഫിസിക്സിലും ഒക്കെ ഇതേമാതിരി ടോപ്പിക്കുകളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ടോപ്പിക്കുകളും. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ജെനറ്റിക്സ്, ബയോടെക്നോളജി, എവല്യൂഷൻ, അങ്ങനത്തെ ചില ടോപ്പിക്കൊക്കെ ഇവർ വല്ലാതെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായി കാണാം. അപ്പൊ ഞാൻ അനലൈസിലൂടെ കണ്ടെത്തിയതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് യൂസ് ചെയ്തിട്ട് ഇത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് NCERT പഠിക്കേണ്ടി വരും ചില ടോപ്പിക്കുകൾ. കാരണം അവർ അത്രയും കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ തിരിച്ചറിയണം.
ആദ്യം ഫുൾ സിലബസ് തീർക്കണം, പിന്നെ ചില പ്രത്യേക ടോപ്പിക്കുകൾ എടുത്ത് കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. അറ്റ്ലീസ്റ്റ് എല്ലാ സബ്ജക്റ്റും അല്ല പറയുന്നത്, 2 സബ്ജക്റ്റിലെങ്കിലും പഠിക്കണം. കെമിസ്ട്രി ആണ് വൺ ഓഫ് ദ ഈസിയസ്റ്റ്. ഈ ഒരു 4 സബ്ജക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഈസിയസ്റ്റ് എന്ന് പറയുന്നത്, പക്ഷെ അത് അത്ര ഈസി അല്ല. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിലും ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കുകൾ, ഇപ്പോൾ ഓർഗാനിക്കിലെ ചില ടോപ്പിക്കുകൾ. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മറ്റേതൊന്നും ക്വസ്റ്റ്യൻ വരാം. എങ്കിൽ പോലും നമ്മളൊരു പ്രോപ്പർ അനാലിസിസ് നടത്തിയാൽ നമുക്ക് ഒരു വഴി ഉണ്ടാക്കണം. ഒരിക്കലും നമ്മളൊരു ബ്ലാങ്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് എന്തെങ്കിലും കുറെ പഠിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡിലെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതല്ല. നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കണം. പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ ടോപ്പിക്ക് നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്.